بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، بلغ الغلا بكماله كشف الدجى بجماله حسنت جميع خصاله صلوا عليه وآله اللهم صل وسلم وبارك عليه. يا صاحب الوقت جبهتي تحت نعالكم أعظ بحكم نيابة عنكم. സദസ്സിലുള്ള ആളുകളൊക്കെ എല്ലാവരും വളരെ ആദരവുള്ള ഉസ്താദുമാരാണ്. ചിലപ്പോൾ സാദാത്യങ്ങളും ഉണ്ടാകാം. നമ്മുടെ സംഘടനയുടെ സൗകര്യവും പരിപാടിയുടെ സൗകര്യവും അനുസരിച്ചായിരിക്കും GM സഖാഫി ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാർ, സംഘടനാ നേതാക്കളൊക്കെ സ്റ്റേജിലുണ്ട്. ഏതായാലും എന്നേക്കാൾ എത്രയോ ഉയർന്ന ആൾ, ഞാൻ ഉയർന്ന ആളാണ് എന്നല്ല, ഇപ്പം എത്രയോ മികച്ച ആളുകളാണ് സദസ്സിലിരിക്കുന്നതുകൊണ്ട് അതവ് കേടൊന്നും തോന്നരുത്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. സ്റ്റേജിലല്ല, സദസ്സിലാണ് പറഞ്ഞത്. അവർ കുറേ സമയം ഇങ്ങനെ ഇരുന്നിട്ടൊരു വിഷമായി പോണ്ടെന്ന് വെച്ചിട്ടാണ്. അള്ളാഹു താല നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു താല സന്തോഷം തരട്ടെ. സുൽത്താനുൽ ഹിന്ദിൻ്റെ ഖാജാത്തങ്ങളുടെ ഓർമ്മ തുടിക്കുന്ന സമയമാണ്. അള്ളാഹു താല നമ്മുടെ രാജ്യത്ത് സമാധാനവും സന്തോഷവും നിലനിർത്തി തരട്ടെ. രാജ്യത്തെ ന്യൂനപക്ഷങ്ങളോട് കൃപ കാണിക്കുന്നവരെ അള്ളാഹു നമുക്ക് അധികാരത്തിൽ എത്തിച്ചു തരട്ടെ. كذا جاء من نبي الله جوابي يا ولي الله عليك سلامنا لله ولي الهند أجميري صلاة الله سلام الله صلاة الله سلام الله معيني كن معينا لي وعوني يا أبا الفضل دواما غير منفصلي ولي الهند أجميري صلاة الله سلام الله على طه رسول الله وتمم لي عنايتكم وعمم لي هدايتكم وخصص لي كرامتكم ولي الهند أجميري صلاة الله سلام الله മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹു അല്ലദീ തങ്ങളുടെ ഹുളൂർ കൊണ്ട് ആ മഹാന്മാരുടെ റസൂലു ഫുറൂ എല്ലാ മഹാന്മാരുടെയും മദദ് അള്ളാഹു നമുക്ക് ചൊരിച്ചു തരട്ടെ. നമ്മുടെ പ്രസ്ഥാന വഴിയിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ തരണം ചെയ്ത് ആ മഹാന്മാർ നമുക്ക് കാണിച്ചു തന്ന സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിൽ അടിയുറച്ച് നിലനിന്ന് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് ഹിമ്മത്തും തൗഫീഖും നൽകട്ടെ. നമ്മുടെ സദസ്സ് അല്ലാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹ്, ദക്ഷിണ കന്നഡ ഈസ്റ്റ് ജില്ലയുടെ SYSന്റെ കോൺഫറൻസിലാണ്. അല്ലാഹു തആല അതിനു വേണ്ടി അധ്വാനിച്ചവർക്കൊക്കെ ഖൈർ നൽകട്ടെ. നേരത്തെ വന്ന് പങ്കെടുത്ത് ഇപ്പോഴും ഇരുന്നു കൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ അല്ലാഹു ഇതിനു വേണ്ടി ഉപയോഗിച്ച സമയം, ഇതിനു വേണ്ടി ചെലവ് ചെയ്ത സമ്പത്ത്, ഊർജം, ഇതിന്റെ ഒക്കെ ഫലമായി നമ്മുടെയൊക്കെ കുടുംബത്തിൽ പ്രയാസങ്ങളൊന്നും വരാതെ, രോഗങ്ങളൊന്നും വരാതെ, പ്രതിസന്ധികളൊന്നും വരാതെ ഒക്കെ അള്ളാഹു അവന്റെ ഔദാര്യം കൊണ്ട് സലാമത്താക്കി തരട്ടെ. പ്രിയപ്പെട്ടവരെ, സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഒരു ഹദീസ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബനൂ ഇസ്രായേലുകൾ 72 വിഭാഗമായി തരംതിരിഞ്ഞി ഫിർഖത്തായി. എൻ്റെ ഉമ്മത്ത് 73 വിഭാഗമായി ഭിന്നിക്കും. ഒരു മില്ലത്തൊഴികെ എല്ലാം നരകത്തിലാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വഹാബികളോടാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്. വജാദൂ ബി അംവാലിൻ വബഉ നുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതിൻ ഗസ്വതി ഇന്നല്ലാഹ ഇസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. സ്വഹാബികൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സകലതും സമർപ്പിച്ചവരാണ്. ചെറിയ ഒരു മണിക്കൂറുകളല്ല. നമ്മളിപ്പോ രാവിലെ 9 മണിക്ക് മജൂർ സയ്യിദ് ഉസ്താദ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, ഞാനിപ്പോ ഈ പരിപാടിക്ക് അത് പറഞ്ഞിട്ട് സമയം കളയുന്നില്ല, എന്നാലും ഓർമ്മപ്പെടുത്താണ്. എൻ്റെ കാസർഗോഡ് ജില്ലയുടെ ജില്ലാ കൗൺസിൽ നടക്കുകയാണ്. ഞാൻ അതിൻ്റെ ഒരു സെക്രട്ടറി, ഒരു ഭാരവാഹിയാണ്. ഒരു നിലക്കും എനിക്ക് ഒഴിവായിക്കൂടാ. കൊല്ലം സക്കാഫിയും RP ഹുസൈൻ മാഷും അവിടെ സ്റ്റേറ്റ് ലീഡേഴ്സായി ഉണ്ട്. അപ്പോ ഇപ്പൊ ഏതായാലും അവർ ഈ പരിപാടി ലൈവായിട്ട് കാണൂല, ആ പരിപാടിയിലുള്ളത്. അപ്പോ ഇൻഷാ അല്ലാഹ് എൻ്റെ റിപ്പോർട്ടൊക്കെ അവതരിപ്പിച്ച് ബാക്കിയുള്ള ഭാരവാഹികളെ ഏൽപ്പിച്ച് ഞാൻ അവിടെ നിന്ന് മെല്ലെ തടിയൂരിയതാണ്. ഇതൊരു വയലാണെങ്കിൽ ഞാൻ വരൂല. ഒരു മഹല്ലിന്റെ ഒരു മോശമായത് കൊണ്ടല്ല, അങ്ങനെ വരാൻ കഴിയില്ല. ഇന്നൊരു സ്ഥലത്തേക്ക് ഇപ്പോൾ ഇവിടുന്ന് മജൂർ സയ്യിദ് ഉസ്താദ് ഇവിടുന്ന് പോയി എങ്ങനെ ഉണ്ടാകുക? അങ്ങനെ വരാൻ പറ്റില്ല. പക്ഷെ ഇത് നമ്മുടെ ദക്ഷിണ കന്നഡയുടെ, നമ്മുടെ ജില്ലയുടെ SYSന്റെ പ്രവർത്തകരുടെ കൂട്ടായ്മ നേതൃത്വം സംഘടിപ്പിച്ച അതുപോലെ പ്രധാനമായ ഒരു വിഷയമായതുകൊണ്ട് സാധുവായി എനിക്ക് അതിനൊരു ഖിദ്മത്തിന് ചാൻസ് കിട്ടി. പക്ഷെ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി വെക്കുന്നതിലൊരു ചെറിയൊരു പ്രശ്നം പറ്റിയത് കൊണ്ട് എൻ്റെ ഒരു വീഴ്ചയാണ്, പരിഹരിക്കാതിരിക്കാൻ വേറൊരു വഴിയുമില്ല. അതുകൊണ്ട് ഞാൻ വന്നതാണ്. അള്ളാഹു നമുക്കൊക്കെ റഹ്മത്ത് ചെയ്യട്ടെ. സംഘടനയുടെ ഒരു പരിപാടി അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരാൻ കഴിയില്ല എനിക്ക്. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. നമ്മൾ എത്തുന്ന സമയമെന്ന് പറയുന്നത് വളരെ ചെറിയ സമയമാണ്. 10 മണി മുതൽ ഒരു 4 മണി വരെ ഇരിക്കണമെന്ന് പറയുമ്പോൾ തന്നെ പലയാളുടെയും മുഖത്തൊരു ക്ഷീണുണ്ടാവും. അത്രയൊക്കെ വേണോ അങ്ങനെ ചോദിക്കും. അങ്ങനെ നമ്മൾ ചോദിച്ചു എന്നല്ല, ചോദിക്കുന്നവരുണ്ടാകാം. ഇടക്കിടക്ക് ഒന്ന് എഴുന്നേറ്റിട്ട് നടുവേദന മാറ്റാൻ വേണ്ടി എഴുന്നേൽക്കുക, അതല്ലാതെ വെറുതെ ഒന്ന് ചടപ്പ് ഉണ്ടായിട്ട് എഴുന്നേൽക്കുന്നവരും ഉണ്ടാകാം. എങ്ങനെയുണ്ട് പരിപാടി എന്ന് നോക്കാൻ വേണ്ടി വന്നവരും ഉണ്ടാകാം. അള്ളാഹു നമ്മുടെ ഒക്കെ നിയത്ത് നന്നാക്കി തരട്ടെ. അപ്പൊ നമ്മുടെയൊക്കെ സമർപ്പണം എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ്. നമ്മുടെയൊക്കെ സമർപ്പണം വളരെ നിസ്സാരമാണ്, വളരെ ചെറുതാണ്. സ്വഹാബികൾ റളിയല്ലാഹു അൻഹും, ആ മഹാന്മാർ അവരുടെ ജീവിതം മുഴുവനും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമർപ്പിച്ചു. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീനിനു വേണ്ടി മുഴുവനും സമർപ്പിച്ചു. ഖുർആൻ അവരുടെ ശരീരം വിലക്ക് വാങ്ങി. ശരീരം വിലക്ക് വാങ്ങുന്നാൽ യുദ്ധത്തിന് പോയാലും ശരീരത്തിന് മുറിവ് പറ്റും, ജീവൻ പോകും. അങ്ങനെ സംഭവിക്കുമെന്നറിഞ്ഞിട്ടും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ലിവജിഹില്ല കലിമത്തുല്ലാഹി ഹിയൽ ഉല്യ, അള്ളാഹുവിന്റെ ദീന് സംരക്ഷിക്കാൻ പോരടിച്ച മഹാന്മാർ. ആ മഹാന്മാരായ സ്വഹാബികളോടാണ് സയ്യിദുൽ വജൂദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, അവര് നട്ട് നനച്ച് വളർത്തി വലിയ റാഹത്താകുമ്പോ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, സ്വഹാബികളെ, ഉമ്മത്തി 73 തിരിയും, മുഴുവനും നരകത്തിലാണ്, ഒന്നു മാത്രം ഒഴികെ. സ്വഹാബികൾക്ക് സ്വാഭാവികമായും ഉണ്ടാകുന്ന സംശയം, ആരാണ് നബിയെ ആ 72 എന്ന് ചോദിക്കേണ്ടില്ല, കാരണം എത്രയോ വിശദീകരിക്കാനുണ്ട്. 72 എന്ന് പറഞ്ഞാൽ ആ ഒന്ന് അതേതാണ് എന്നാണ് ചോദ്യം. ആ ഒന്ന് ഏതാണ്? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി മാന അലൈഹി വസ്ഹബി, വളരെ ലളിതമായ മറുപടി. മാന അലൈഹി വസ്ഹബി, ഞാനും എന്റെ സ്വഹാബികളും നിലനിന്ന
ഒരു പ്രസ്ഥാനം, ഞാനും എൻ്റെ സ്വഹാബികളും ജീവിച്ചു വന്ന ഒരു വഴി, എന്നിൽ നിന്നും എൻ്റെ സ്വഹാബികളിൽ നിന്നും പകർത്തിയെടുത്ത ഒരു ദീൻ, ആ മതം, ആ മില്ലത്തു മാത്രം സ്വർഗത്തില്. അപ്പൊ സ്വഹാബികളിൽ നിന്നോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നോ പഠിച്ച ആശയത്തിനെതിരെ പ്രവർത്തിക്കുന്നവർ 72-ലാണ്. ആ ഒരു സമൂഹത്തെ തിരിച്ചറിയൽ എങ്ങനെയാണ്? ഏത് ആളുകളും വഅദ് പറഞ്ഞാൽ, സലഫി പ്രസംഗിക്കാൻ വന്നാലും ഇതേ ഹദീസ് തന്നെ ഓതുക. ജമാഅത്ത് ഇസ്ലാമിക്കാരൻ പ്രസംഗിക്കാൻ തുടങ്ങുമ്പോഴും ഇതന്നെ ഓതുക. ഏത് കള്ളത്തൊരീക്കത്തുകാർ പറഞ്ഞാൽ അവരും ഇതന്നെ ഓതും. എല്ലാവരും ഓതും ഇതേ ഹദീസ് തന്നെ. നമുക്ക് എങ്ങനെയാണത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുക? ആരുടെ കൂടെയാണ് നാം നിൽക്കേണ്ടത്? എങ്ങനെയാണ് നാം ജീവിക്കേണ്ടത്? നമുക്ക് സ്വർഗ വഴിയിലേക്കുള്ള മാർഗം ഏതാണ്? അത് മനസ്സിലാക്കാൻ ഉസ്താദുമാർക്കൊക്കെ അത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കിതാബുണ്ട് ഇഷ്ടം പോലെ. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം, പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, നാടൻ ശൈലി പറയുകയാണെങ്കിൽ ഈ 72 വിഭാഗവും ഒരേ ലക്ഷ്യമുള്ളവരാണ്. അവർക്ക് ഏതെങ്കിലും നിലക്ക് യോജിക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു നിലക്ക് അവർക്ക് യോജിപ്പുണ്ട്. അങ്ങനെ അവർക്ക് എല്ലാവർക്കും ലക്ഷ്യം ഒന്നാണ്. അതേ സമയത്ത് ഒരു വിഭാഗം, ആ ഒരു വിഭാഗത്തിന് മറ്റുള്ളവരുടെ മുഴുവൻ എതിർപ്പുകളും ഏൽക്കേണ്ടി വരും. അതന്നെയാ പ്രത്യേകത. എല്ലാ വിഭാഗവും കൂടി ഒരു വിഭാഗത്തെ എതിർക്കുകയാണ്. എല്ലാവരും കൂടി ഒരു വിഭാഗത്തെ ഒറ്റപ്പെടുത്തുകയാണ്. എല്ലാവരും കൂടി ഒരു വിഭാഗത്തെ ആക്ഷേപിക്കുകയാണ്. എല്ലാവരും കൂടി ഒരു വിഭാഗത്തെ വിമർശിക്കുകയും പ്രയാസപ്പെടുകയും ആക്രമിക്കുകയും ഒക്കെ ചെയ്യുമ്പോ ശരിയായ ബുദ്ധിയുള്ളവൻ ആലോചിച്ചാൽ മതി, ഇവരെല്ലാവരും ഒരു ബിരിയാണി ചെമ്പിന്റെ അടുത്ത് ഒരുമിച്ച് കൂടാൻ പറ്റുന്നവരും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചായ കുടിക്കാൻ പറ്റുന്നവരുമാണ്. കല്ലെറിയപ്പെടുന്നവർ, ഏറുകൊള്ളുന്നവർ, ചീത്ത കേൾക്കുന്നവർ, വിമർശനം ഏറ്റെടുക്കേണ്ടി വരുന്നവർ അവരായിരിക്കാം ആ ഒരു പാർട്ടി. കാരണം അവരോട് വേറെ ആർക്കും യോജിക്കാൻ കഴിയൂല. രണ്ട് റൂട്ടാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ കൂടുതൽ ആ വിഷയം വിശദീകരിക്കേണ്ടതില്ല. ഇന്നത്തെ സാഹചര്യം നിങ്ങൾ നോക്കൂ, ഇന്നത്തെ ചുറ്റുപാടുകൾ നിങ്ങൾ നോക്കൂ. ഏത് സലഫിയായാലും ഏത് വിഭാഗമായാലും അവർക്കെല്ലാവർക്കും ഏകദേശം ഏതെങ്കിലും ഒരു രൂപത്തിൽ യോജിക്കാൻ അവർക്ക് കഴിയും. ഒന്നുമില്ലെങ്കിൽ നമ്മളെ എതിർക്കാന്നുള്ളതിലെങ്കിലും അവരൊന്നാണ്. നമ്മെ എതിർക്കുക എന്നതിലെങ്കിലും അവരൊരു മുന്നണിയാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് കിട്ടിയ പരിശുദ്ധമായ ആശയം മഹാനായ അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ലോകത്തേക്ക് അയക്കുമ്പോൾ അല്ലാഹു തആല പറഞ്ഞത്, ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ വല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിടുന്നതും ഒരു നബിയായിട്ടാണ്, ഒരു റസൂലായിട്ടാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച ദീൻ, മക്കൾക്ക് പഠിപ്പിച്ച ആശയം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാം, 1,24,000 വരുന്ന അംബിയാ മുർസലുകളുടെ അവരുടെ ഒക്കെ നാവിലൂടെ ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ട ആശയം ലാ ഇലാഹ ഇല്ലല്ലാഹ്, പരിശുദ്ധമായ ആശയം. ഓരോ നബിമാരും അവരുടെ പേരിലേക്ക് ഷഹാദത്ത് കലിമ മാറി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് ഷഹാദത്ത് കലിമയുടെ 2 പാർട്ട്. അല്ലാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതരാണ്. ഈ മഹത്തായ ആശയം പഠിച്ച് പ്രചരിപ്പിച്ച മഹാന്മാരായ സ്വഹാബികൾ, ആ സ്വഹാബികൾ 1,00,000-ലേറെ സ്വഹാബികളെ സാക്ഷിയാക്കി സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا
പരിശുദ്ധ ദീൻ, സമ്പൂർണമായ ദീൻ, ആ ദീനിനെ എല്ലാ ഇടങ്ങളിലേക്കും എത്തിക്കാനുള്ള വകുപ്പുമുണ്ടാക്കി. ഇവിടെ ഉള്ള ആളുകൾ ഇല്ലാത്ത ആളുകൾക്ക് എത്തിക്കട്ടെ. ഹജ്ജത്തുൽ വദാഇന പ്രഖ്യാപനം നടത്തിയപ്പോ പല സ്വഹാബികളുടെയും കുതിരകൾ ഓരോ ഭാഗത്തേക്ക് നിൽക്കുന്ന കുതിര അങ്ങോട്ട് തിരിക്കും കൂടെ ചെയ്തില്ല എന്ന് പറഞ്ഞു. ഒട്ടകങ്ങളും കുതിരകളും അതേപോലെ വിട്ടു പോയ ഭാഗത്തേക്ക്. ധാരാളം സ്വഹാബികൾ പല രാജ്യങ്ങളിലും എത്തി. 100,000-ലേറെ സ്വഹാബികൾ ഹജ്ജത്തുൽ വദാഇനുണ്ട്. പക്ഷെ ജന്നത്തുൽ ബഖീലും മുഅല്ലയിലൊക്കെ ഉള്ളത് വളരെ തുച്ഛമായ സ്വഹാബികളുടെ ഖബറാണ്. ബാക്കിയൊക്കെ ഇവിടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുണ്ട്. അവർ അള്ളാഹുവിന്റെ ദീനിന്, അതാ ഞാൻ പറഞ്ഞു, അവർ സഹിച്ച ത്യാഗം എന്ന് പറയുന്നത് അതൊരു ചെറിയ ത്യാഗമല്ല. നമ്മളിപ്പം വരുമ്പോ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ വിളിച്ച് എടെത്തി ചോദിക്കാൻ ആളുണ്ട്, എത്തിയപ്പാട് കൈപിടിക്കാൻ ആളുണ്ട്, ഭക്ഷണം തരാൻ ആളുണ്ട്. എല്ലാ സൗകര്യവും ഉള്ള സ്ഥലത്തേക്കാണ് നമ്മളെ വരവ്. എന്നിട്ടാണ് നമ്മൾ ഭയങ്കര സംഭവമാണ് എന്ന് പറയുന്നത്. എന്നിട്ടാണ് നമ്മൾ കുറെ ത്യാഗം സഹിച്ചു എന്ന് പറയുന്നത്. എന്നിട്ടാണ് നമ്മൾ ഭയങ്കര ഉഷാറാന്ന് പറയുന്നത്. ആരുമില്ലാത്ത ഒരു നാട്ടിൽ ഒരാളും ഇല്ല നമ്മളാളായിട്ട്. അവിടെ പോയിട്ട് നമ്മുടെ ദഅവത്ത് പറയാൻ കഴിയുമോ? മുസ്ലിമീങ്ങൾ മാത്രം താമസിക്കുന്ന ഒരിടത്ത് പോയിട്ട് നമ്മളാരുമില്ല, നമ്മൾ ആശയം പറയാൻ ധൈര്യമുണ്ടോ നമുക്ക്? നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമ്മളെ ഈമാൻ അവരെ ഈമാനും ഒരു മനുഷ്യനുമില്ല, മുസ്ലിമായ ഒരാളുമില്ല. ആ ഇടങ്ങളിലേക്ക് കടന്നുപോയി കറാമത്തിന്റെ നാവുകൊണ്ട് ദീന് പറഞ്ഞ മഹാന്മാർ, കറാമത്തിന്റെ കണ്ണുകൊണ്ട് ഹൃദയം കണ്ട് സംസ്കരിച്ച മഹാന്മാർ, കറാമത്തിന്റെ കാതുകൊണ്ട് മുത്തുനബിയെ മദീനയിൽ നിന്ന് കേട്ട മഹാന്മാരായ സ്വഹാബികൾ, അവരുടെ കൈയും കാലും അവരുടെ ജീവിതം മുഴുവനും അവർ സമർപ്പിച്ചു സമൂഹത്തിന്. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ ദീന് കിട്ടിയത്. മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ അവരെല്ലാവരും വന്നു പഠിപ്പിച്ചത് പരിശുദ്ധമായ ആശയമാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആശയത്തെ കൂടുതൽ ഞാൻ വിശദീകരിച്ച് പറയല്ല. നമ്മുടെ വിഷയത്തിന്റെ പശ്ചാത്തലം അങ്ങനെ ആയതുകൊണ്ട് പറയാണ്. ആ മഹാന്മാരിൽ നിന്ന് കൈമാറി കിട്ടിയതാണ് കേരളത്തിൽ ദീൻ. കർണാടക കേരളത്തോട് മുട്ടി നിൽക്കുന്ന ഇടമാണ്. മലബാറിൽ മംഗലാപുരവും പെടുമെന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഭാഗങ്ങളൊക്കെയുള്ള ദീൻ അങ്ങനെ നമുക്ക് കൈമാറി കിട്ടിയതാണ്. ആ പരിശുദ്ധമായ ദീനിൽ മഹാന്മാരായ സ്വഹാബികൾ കേരളത്തിലേക്ക് വന്നപ്പോ, കേരളത്തിലേക്ക് മഹാന്മാരായ സ്വഹാബികൾ വന്നപ്പോ ആ സ്വഹാബികൾ അറബി സംസാരിക്കുന്നവരായിരിക്കുമല്ലോ സ്വഹാബികൾ. മലയാളം പഠിച്ചിട്ട് ആരും ഇങ്ങോട്ട് വരൂല. പക്ഷേ സ്വാഭാവികമായും നമ്മൾ ഗൾഫ് പോയാൽ, ഗൾഫ് പോകുന്ന ധാരാളം ആളുകളുണ്ട്, KCF-ന്റെ പ്രവർത്തകർക്കൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവർക്ക് ആമീൻ പറഞ്ഞിട്ട്, ബേക്കിലുള്ള ആരും ആമീൻ പറഞ്ഞിട്ടില്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങള് നല്ല ഉഷാറിൽ നിൽക്കണം. അള്ളാഹു ബർക്കത്താക്കി തരട്ടെ. ഉസ്താദ് പറഞ്ഞ പോലെ കുറെ സമയം നിങ്ങളെ സ്റ്റേജ് നോക്കിയിട്ട് ഞാൻ പ്രസംഗിക്കൂല. ഞാൻ കുറച്ച് സമയം പറഞ്ഞ പ്രസംഗിച്ച് നിർത്തും ഇൻഷാ അല്ലാഹ്. അപ്പൊ സ്വഹാബികൾ വന്നപ്പോ നമ്മൾ നോക്ക്, സ്വഹാബികൾ വന്നപ്പോ അവര് അറബി പഠിച്ചിട്ട് അറബി സംസാരിക്കുന്നവരാണ്, മലയാളം പഠിച്ച് വന്നവരല്ല. നമ്മൾ ഗൾഫ് പോയാൽ അറബിനെ മലയാളം പഠിപ്പിക്കലാണോ, നമ്മൾ മലയാളം അറബി പഠിക്കലാണോ? ഏതാ എളുപ്പം? നമ്മൾ അറബി പഠിക്കൽ തന്നെയല്ലേ. ബോംബെയിൽ പോയാൽ ഹിന്ദിക്ക് 1 മാർക്ക് കിട്ടാത്തവൻ എപ്പോഴും 0 ഹിന്ദിക്ക്. ബോംബെയിൽ പോയാൽ തുഷാറില 2 ദിവസം കൊണ്ട് ഹിന്ദി പഠിക്കുന്നു. മദ്രസയിൽ ഫുൾ മാർക്കിൽ തോക്കല. അങ്ങനത്തെ ചങ്ങായി ഗൾഫിൽ പോയിട്ട് 2 മാസം കൊണ്ട് വിസിറ്റിന് കയറിയത് ആകെ കിട്ടിയത് അറബിയ. പണി കിട്ടിയിട്ടില്ല. പക്ഷേ കടയിലെല്ലാം ചോദിച്ച് കയറി നോക്കുമ്പോൾ 2 മാസം കൊണ്ട് അറബി റെഡി. ഇങ്ങനെ അറബി പഠിക്കുന്നു. ഭാഷ പഠിക്കാൻ പ്രയാസമില്ല. സ്വഹാബികൾക്ക് ബുദ്ധിയില്ലാത്തവരെ അവരെത്ര റാഹത്തിൽ അറബി മലയാളം പഠിക്കും, ഒരു വിഷയമല്ല. പക്ഷെ നിങ്ങൾ നോക്കൂ, അവരിവിടെ വന്നിട്ട് മലയാളം അറിയാത്തത് കൊണ്ടല്ല അറബിയിൽ ഖുതുബ ഓതിയത്, അറബിയിൽ ഓതേണ്ടത് കൊണ്ടാണ്. അവർ ഈ നാട്ടിലുള്ള കോരനോടും കുഞ്ഞിക്കണ്ണനോടൊക്കെ അറബിയിലാ സംസാരിച്ചത് അല്ല. ഈ നാട്ടിലുള്ളവർക്ക് അറബി പഠിപ്പിച്ചതാ. അവർക്ക് മലയാളം അറിയാം. മലയാളം ഏത് നാട്ടിൽ പോയാലും മലയാളം പഠിക്കാൻ വേണ്ടിയിട്ട് പണിയില്ല. ഒരു നാട്ടിൽ പോയാൽ ആ നാട്ടിലെ ഭാഷ പഠിക്കാം. ബുദ്ധിയുള്ളവരിൽ ബുദ്ധിയിൽ തെരഞ്ഞെടുത്തവരാണ് അല്ലാഹു തആല സ്വഹാബികളെ. അതുകൊണ്ട് തന്നെ അവർക്ക് മലയാളം അറിയാം, കന്നഡയൊക്കെ അറിയാം. എന്നിട്ടും അവർ ഖുതുബയുടെ ഭാഷ അറബിയിലാണ് നിർവഹിച്ചത്, അറബിയിലാണ് അവർ നിസ്കരിച്ചത്, അറബിയിലാണ് ബാങ്ക് കൊടുത്തത്. ഞാൻ പറഞ്ഞത് അവർ കൊണ്ടുവന്ന ഒരു ദീൻ. ആ മഹാന്മാരായ സ്വഹാബികൾ പള്ളിയിലേക്ക് പോകുമ്പോ സ്ത്രീകളെ പള്ളി കൊണ്ടുപോയില്ല. അതുകൊണ്ടാണ് മാലിക് ദീനാർ പള്ളി, ഞാൻ ശ്രീകണ്ഠപുരത്ത് മാലിക് ദീനാർ പള്ളിയിൽ 5-6 വർഷം ഖുതുമത്ത് ചെയ്തിരുന്നു. അവിടെയൊക്കെ അറബിയിലുള്ള ഖുതുബയാണ്. അവിടെ പെണ്ണുങ്ങൾ പള്ളിയിൽ വരാറില്ല. തറാവീഹ് 20 റക്അത്താണ്. ഇതൊക്കെ അവിടെ നിന്ന് കിട്ടിയതാണ്. അതിങ്ങനെ പ്രചരിപ്പിച്ചു. 1300-ലേറെ 1400-ഓളം കൊല്ലം ഈ കേരളത്തിലും കർണാടകയിലും നമ്മുടെ നാടും പരിസരത്തൊന്നും ഇതിലൊരു ഖിലാഫ് ഉണ്ടായില്ല, ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ല.
ഒരു പ്രശ്നവും ഉണ്ടായില്ല. നല്ല ഐക്യമാണ്. നമുക്കൊരു ഐക്യമുണ്ട്. നമുക്കൊരു കേന്ദ്രം പരിശുദ്ധ കഅബ, നമുക്കൊരു ഭാഷ അറബി ഭാഷ, നമുക്കെല്ലാ സന്തോഷങ്ങളുമുള്ള നല്ല റാഹത്തുള്ള നേതൃത്വം. അതങ്ങനെ പോകുന്നതിന്റെ ഇടയിലാണ് 1921 കാലഘട്ടത്തിൽ ഐക്യ സംഘം എന്ന് പറഞ്ഞിട്ട് KM മൗലവിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഒരു സംഘം. എന്ന് വിശാലമായ വിഷയം ഞാൻ പറയല്ല, എന്നാലൊന്ന് പറയാണ്. ഐക്യ സംഘം എന്ന് പറഞ്ഞാൽ, ഐക്യ സംഘം എന്ന് പറഞ്ഞാൽ എന്താണ്? അനൈക്യം ഉള്ളിടത്തല്ലേ ഐക്യത്തിന്റെ ആവശ്യമുള്ളൂ. ഒരു കുടുംബത്തിൽ കലഹം ഉണ്ടാകുമ്പോഴാണ് അവിടെ ഒരു യോജിപ്പിന്റെ മസ്ലഹത്തിന്റെ വേദി ഉണ്ടാകുക. ഉഷാറായിട്ട് പോവാണ്. ഉപ്പാക്കും ഉമ്മാക്കും യാതൊരു പ്രശ്നമില്ല, മക്കൾക്കും പ്രശ്നമില്ല. പിന്നെ ആടെ പിന്നെ ഒരു മുന്നണി ഉണ്ടാക്കേണ്ടതുണ്ടോ? ഇല്ല. ഇവിടെ നല്ല റാഹത്ത് പോകുന്നിടത്തൊരു ഐക്യ സംഘം എന്ന പേരിൽ അനൈക്യ സംഘം ഉണ്ടാക്കി. ബിദ്അത്തിന്റെ കക്ഷികൾ രംഗത്തു വന്നു. അവര് പണ്ഡിത സഭ എന്ന പേരിൽ ഒരൽപ്പം ജനറൽ സ്വഭാവമുള്ള ആളുകൾ മുന്നിട്ടിറങ്ങിയിട്ട് ജനങ്ങളെ വഴിപിഴപ്പിക്കും എന്ന് കണ്ടപ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ ചരിത്രപരമായി നിർവഹിച്ച ദൗത്യം, ഗൗസുൽ തങ്ങളുടെ കാലത്ത് അന്നുണ്ടായിരുന്ന ആളുകളെ മഹാനവറുകൾ ഗണ്ണിച്ചിട്ടുണ്ട്, ഗസാലി ഇമാം ഗണ്ണിച്ചിട്ടുണ്ട്, മഹാന്മാരൊക്കെ അത് ചെയ്തിട്ടുണ്ട്. ബിദ്അത്തിന്റെ ആളുകൾ വരുമ്പോ കേരളീയ സാഹചര്യത്തിൽ അതുവരെ ഇല്ലാത്ത നൂതന ആശയങ്ങൾ മുസ്ലിം പണ്ഡിത വേഷധാരികളുടെ ലേബലിൽ നടത്താൻ വേണ്ടി ശ്രമിച്ചപ്പോ അന്നത്തെ മഹാന്മാരായ പണ്ഡിതന്മാർ, പാങ്കിൽ അഹമ്മദ് കുട്ടി ഉസ്താദ്, അല്ലാഹു ഇവിടത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ, വരക്കൽ മുല്ലക്കോയ തങ്ങൾ മഹാന്മാർ, അവർ സ്ഥാപിച്ച സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ മഹത്തായ സംഘടന ശരിക്കും പ്രതിരോധമാണ് നമ്മുടെ എല്ലാ വിഷയവും. നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന ഒരു സമൂഹമല്ല, നമ്മൾ മനസ്സിലാക്കണം. അറ്റാക്ക് ചെയ്യുന്ന ഒരു കയറിയടിക്കുന്ന ഒരു സമൂഹമല്ല നാം. അതൊരു ഏത് വിഷയത്തിലും. അതുകൊണ്ട് തന്നെ മുസ്ലിമിന് തീവ്രവാദിയാകാൻ കഴിയൂല, ഭീകരവാദിയാകാൻ കഴിയില്ല. തീവ്രവാദം നമ്മുടെ ലിസ്റ്റിലേ ഇല്ല. അങ്ങനെ ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ ഇസ്ലാം എന്ന് പുറത്താണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. നിങ്ങൾ നോക്ക്, ബദറിലേക്ക് പോകാൻ അല്ലാഹു തആല നമുക്കൊക്കെ അവസരം തരട്ടെ. ഉഹദിങ്ങളെ സിയാറത്ത് ചെയ്യാൻ അല്ലാഹു അവസരം തരട്ടെ. ബദറിൽ മക്കയിൽ നിന്ന് എത്ര കിലോമീറ്റർ ദൂരമാണ്? മക്കയിൽ നിന്ന് ഒരുപാട് ഓടണം ബദറിലേക്ക്. എന്നാ മദീനയിൽ നിന്ന് 1.5 മണിക്കൂർ ഓടിയാൽ മതി, അല്ലേ? അള്ളാഹു പോകാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ ഈ മദീനയിലാണ് മുത്തുനബിയും സ്വഹാബികളും ഉള്ളത്. ബദർ എവിടെയാണ്? മദീനക്കടുത്താണ്, മക്കയിലടുത്തല്ല. ഉഹദ് വളരെ അടുത്താണ്, മദീനന്റെ ഒരു ഭാഗം തന്നെയാണ്. എന്താ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്? ഉഹദും ബദറൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി ആക്രമിച്ചതല്ല. അങ്ങനെയാണ് മക്കൾക്ക് ഉണ്ടാകുക. മക്കയിൽ നിന്ന് ആക്രമിക്കാൻ ആളുകൾ ഇങ്ങോട്ട് വന്നപ്പോൾ മദീനന്റെ പുറത്തിറങ്ങി പ്രതിരോധിച്ചതാണ്. അതുകൊണ്ടാണ് മദീനന്റെ അടുത്ത് യുദ്ധം ഉണ്ടായത്. അല്ലെങ്കിൽ മക്കയിലേക്ക് പോയിട്ട് ആക്രമിക്കുക, മക്കാർ ഇങ്ങോട്ട് വന്നപ്പോൾ പ്രതിരോധിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ പ്രതിരോധം എന്ന നിലക്ക് ബിദ്അത്തിന്റെ കക്ഷികളെ ആ 72 വിഭാഗത്തിൽ നാം പെടരുത്. ഒരു വിഭാഗമായി മാറി നിൽക്കാൻ വേണ്ടിയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വം വഹിച്ചത്, സ്ഥാപിച്ചത്. ആ മഹത്തായ പ്രസ്ഥാനം 1954 അതിന്റെ യുവജന സംഘടന SYS-നെ പ്രഖ്യാപിക്കുകയും റാഹത്തായതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തത്. അതിലൊന്നും പണ്ഡിതന്മാർക്കിടയിൽ വിഷയം ഉണ്ടായില്ല. ആ മഹത്തായ സംഘടനയിൽ മഹാനായ സുൽത്താനുൽ ഉലമ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ, ഹഫിളഹുല്ലാഹു വറഅ, ഉസ്താദ് അവറുകൾ 74 സമസ്തയിൽ മുശാവറ മെമ്പറായി. 39 ഉസ്താദ് ജനിക്കുന്നത്. 39 ജനിച്ച ആള് 74 ആകണമെങ്കിൽ 35 വയസ്സാണ്. അപ്പൊ എനിക്ക് 42 വയസ്സായി. നമ്മളിപ്പോ സമസ്തങ്ങളൊന്നും ആലോചിച്ച് നോക്കി, നമ്മൾ സമസ്തയിൽ കയറുന്നത്. അള്ളാഹു നമ്മളെല്ലാം സലാമത്താക്കട്ടെ. ജനറൽ ബോഡി മെമ്പർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ബേജാറ്. സമസ്തന്റെ ജനറൽ ബോഡി മെമ്പർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ബേജാറ്. കാരണം എന്താണ്? അർഹതയില്ലാത്തൊരു സ്ഥാനത്തേക്ക് വേറെ ആളില്ലാത്ത വകയിൽ നമ്മൾ കയറി പോകേണ്ടി വരുന്നല്ലോ. വലിയ വലിയ ഹാലിമീങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ പോയിരിക്കുമ്പോൾ ഇവിടെ തന്നെ എനിക്ക് കാമിൽ സക്കാഫി ഉസ്താദ് മറ്റു ഉസ്താദ് എടുത്തിരിക്കുമ്പോൾ എനിക്കൊരു ബോറ. പിന്നെ അങ്ങനെ വന്നിട്ട് കൂട്ടിക്കൊണ്ടുവന്ന ആൾ ബേക്കിലിരിക്കുമ്പോൾ സംഘാടകർക്ക് പ്രയാസാകാതിരിക്കാനാണ് നമ്മൾ മുമ്പ് കയറിയിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞത്, ഞാൻ തമാശക്ക് പൊങ്ങച്ചം പറഞ്ഞതല്ല. അങ്ങനെയാണ് ചിന്തിക്കേണ്ടതും അങ്ങനെയാണ് ചെയ്യേണ്ടതും. അപ്പം വലിയ വലിയ ആലിമീങ്ങൾ ആരാണെന്നത്തെ ആലിമീങ്ങൾ? കണ്ണിയത്ത് ഉസ്താദ്, ശംസുൽ ഉലമ, അതുപോലെ മഹാന്മാരായ ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദ്, വലിയ വലിയ ബഹ്റുൽ ഉലൂമുകളായ മഹാന്മാർ, താജുൽ ഉലമ നവറല്ലാഹു ലരീഹഹു വനഫഅനാ ബിഹി ആമീൻ. ആ മഹാന്മാരായ വലിയ വലിയ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർക്കിടയിലാണ് 35 വയസ്സുള്ള ചെറുപ്പക്കാരനായ AP ഉസ്താദ് സമസ്തന്റെ ജനറൽ ബോഡി മെമ്പർ ആയതല്ല, കേന്ദ്ര മുശാവറ മെമ്പർ ആയത്. മഹാനായ ഉസ്താദ് അവറുകൾ SYS-ന്റെ ജനറൽ സെക്രട്ടറി ആയി വരുന്ന യോഗത്തിൽ, പ്രിയപ്പെട്ടവരെ,
ഉസ്താദിന്റെ പേര് ജനറൽ സെക്രട്ടറി ആയി പറഞ്ഞപ്പോ ഉസ്താദ് പരിസരം നോക്കുമ്പോ എല്ലാം വലിയ വലിയ പണ്ഡിതന്മാർ. ഉസ്താദ് അവറുകൾ പറഞ്ഞു, എനിക്ക് കഴിയൂല. സ്വാഭാവികമായി ഒരാൾ പേടിയുണ്ടാവല്ലോ, അങ്ങനെ പറഞ്ഞു കഴിയൂല. ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദ് അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ, ഉസ്താദ് അവറുകൾ എ പി ഉസ്താദിനോട് പറഞ്ഞു, ഇവരെല്ലാവരും നിനക്ക് കഴിയൂന്ന് പറയും, ഈ പണ്ഡിതന്മാർ മുഴുവൻ നിനക്ക് കഴിയൂന്ന് പറയുമ്പോ കഴിയില്ല എന്ന് പറയുന്നത് എന്തിന്? അങ്ങനെ പണ്ഡിതന്മാർ ഏൽപ്പിച്ചു കൊടുത്തു ആ ചുമതല. SYSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി. അൽഹംദുലില്ലാഹ്, അത് SYSന്റെ ചരിത്രത്തിലെ പടയോട്ടമാണ്. ചില ആളുകൾ വരുമ്പോ അങ്ങനെയാണ്, ചില വിഷയങ്ങൾ വരുമ്പോ അതൊരു വല്ലാത്ത മാറ്റമായിരിക്കും, വലിയ അത്ഭുതമായിരിക്കും. AP ഉസ്താദിന്റെ പ്രത്യേകത, AP ഉസ്താദ് തൊട്ടത് മുഴുവനും പൊന്നാണ്. അല്ലാഹു അങ്ങനെ തന്നെ ഒരുപാട് കാലം നമുക്ക് ആ തണൽ നീട്ടിത്തരട്ടെ. ഒരു മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചർച്ച ഉണ്ടായിരുന്നു. മെഡിക്കൽ കോളേജ് വിറ്റിട്ടില്ല, പണയം വെച്ചു എന്നൊക്കെ പറഞ്ഞ വലിയ വിവാദം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ദർസ് പഠിക്കാൻ തൃക്കരിപ്പൂർ ശൈഖുന കാടാച്ചർ ഉസ്താദിന്റെ അടുക്കൽ, അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ, ഉസ്താദ് അവർ ദർസ് പഠിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയ അവിടെ ഒരു ചെറിയൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ അടുത്തൊരു ചർച്ച നടക്കുകയാണ്. അവിടെ വലിയൊരു മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ്, അവരുടെ SMFന്റെ അന്നതിൽ ഇങ്ങനെ ഇല്ലെങ്കിലും അവരുടെ ഈ എന്താണ് സംയുക്ത ജമാഅത്തിന്റെ ഒക്കെ വലിയ ലീഡറായിട്ടുള്ള ഒരാളുണ്ട്. കുറെ ആളുകൾ ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തില് ഏപ്പിന്റെ അത് പോയാലും ഒരാളിങ്ങനെ കമന്റ് അടിക്കുകയാണ്, നമ്മളന്ന് മുത്താലിമ ഏപ്പിന്റെ ആളിൽ പോയാലും അതിലെ പണയം വെച്ചോലും എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ കമന്റ് അടിക്കുകയാണ്. അപ്പോ ഈ ആള് പറഞ്ഞു, ഇയാൾ നീളം കുറഞ്ഞൊരു മനുഷ്യനെ കുറ്റം പറഞ്ഞല്ല, ഒരു കാണാൻ അങ്ങനത്തെ ഒരു നല്ല ഉഷാറുള്ള ആളാണ് മൂപ്പര്. എനിക്ക് മൂപ്പരെ ഇങ്ങനെ കാണുകയാണ്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. എനിക്കറിയില്ല ജീവിച്ചിരിക്കുന്നോ മരിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അയാൾ പറഞ്ഞു, അയാൾ ലീഡറാണ്. അയാൾ പറഞ്ഞു, നിങ്ങൾ വെറുതെ അയാളെ മേത്ത് കയറണ്ട, ആരുടെ ഏപ്പിന്റെ മേത്ത് കയറണ്ട, അയാള് തൊട്ടിട്ടുണ്ടാ എന്നാ അയാൾ പൂർത്തിയാക്കും. അയാൾ തൊട്ടിട്ടുണ്ടാ എന്തിനായി പൂർത്തിയാക്കും? അയാൾ തൊട്ട മുഴുവനും പൊന്നാക്കിയിട്ടുണ്ട്, വെറുതെ സമയം കളയണ്ട. കണ്ടോ, അങ്ങനെ തൊട്ടത് മുഴുവനും പൊന്നാക്കിയ മഹാനായ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ SYSന്റെ ജനറൽ സെക്രട്ടറി ആയി വന്നു. EK ഹസൻ മുസ്ലിയാർ പ്രസിഡന്റായി വന്നു. മഹാനായ നൂറുൽ ഉലമ പ്രസിഡന്റായി വന്നു. സെക്രട്ടറി ഉസ്താദ് അവറുകൾ എങ്ങനെ റാഹത്തായി കൊണ്ടുവന്നു. SYSന്റേത് മാത്രമല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചോദ്യം ചെയ്യപ്പെടാത്ത സെക്രട്ടറിമാരിൽ പ്രധാനിയായി മഹാനായ ഉസ്താദ് അവറുകൾ എല്ലാ വിഷയത്തിലും ഇടപെട്ടു, നല്ല റാഹത്തായി മുന്നോട്ട് പോയി. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്തിനായിരുന്നു ഈ സമസ്ത രണ്ടായതെന്ന് കുറേയാൾക്ക് മനസ്സിലായില്ല. എന്തിനായിരുന്നു സമസ്ത മണ്ണ് ഉണ്ടാക്കിയ പോലെ തന്നെ പോരെ. അള്ളാഹു നമ്മളെല്ലാവരെയും ഈമാൻ ബലപ്പെടുത്തി തരട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത് അതിന്റെ ഒരു നല്ല നയനിലപാടുകൾ ഉണ്ടായിരുന്നു. ആ നയനിലപാട് എന്ന് പറയുന്നത് സമസ്ത ഉണ്ടാക്കിയത് എന്തിനാണ്? ബിദ്അത്തുകളെ പ്രൊട്ടക്ട് ചെയ്യാനാണ്, ബിദ്അത്തുകളെ തടയിടാനാണ് സമസ്ത ഉണ്ടാക്കിയത്. രാഷ്ട്രീയ ലക്ഷ്യം സമസ്തക്കില്ല, മറ്റെന്തെങ്കിലും ഭൗതികമായ ലക്ഷ്യം, അത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ജനങ്ങളെ ഉയർത്തിയെഴുന്നേൽപ്പിക്കുക, മതപരമായ ഭൗതികപരമായ പഠിപ്പിക്കുന്ന അങ്ങനത്തെ വിദ്യാഭ്യാസപരമായ വിഷയമല്ലാതെ ഭൗതികമായ മറ്റ് താല്പര്യങ്ങളോ രാഷ്ട്രീയ ലാഭങ്ങളോ ഒന്നും സമസ്തയിൽ ഉണ്ടായിരുന്നില്ല. സമസ്തയുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുന്നത് അതൊന്നും അതിന്റെ വിഷയങ്ങളൊന്നും വിശദീകരിച്ച് വായിച്ച് പറയേണ്ടതില്ലല്ലോ, നമ്മളൊക്കെ അതിന്റെ ബോധമുള്ളവരാണ്. അതിന്റെ നിലപാടെന്ന് പറയുന്ന സമസ്തക്ക് പ്രത്യേകമായി ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകമായ മമതയോ പ്രത്യേകമായ വിദ്വേഷമോ ഒന്നുമില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്കും സമസ്തയുടെ പ്രവർത്തകരാകാം, മെമ്പർഷിപ്പ് എടുക്കാമെന്നൊന്നും യാതൊരു വിഷയവും ഇല്ല. ഇപ്പോഴും ശരിയായ സമസ്ത അങ്ങനെയാണ്. ഏതെങ്കിലും രാഷ്ട്രീയത്തിന്റെ വാലായിട്ടോ അമ്മിക്കടിയിലോ നമ്മുടെ സംഘടനയോ പ്രസ്ഥാനമോ ഇല്ല. അള്ളാഹു അങ്ങനെ തന്നെ നിലനിർത്തി തരട്ടെ. പ്രിയപ്പെട്ടവരെ, അപ്പൊ അന്ന് വരെയുള്ള ഒരു പ്രത്യേകമായ സാഹചര്യം, നമ്മുടെ കേരളീയ സാഹചര്യം അനുസരിച്ച് ബിദ്അത്തിന്റെ കക്ഷികൾക്ക് പിടിവിടാൻ വേണ്ടിയിട്ട് തുടങ്ങി. സമസ്തയുടെ പണ്ഡിതന്മാർ ശക്തമായി മുന്നോട്ട് വന്നപ്പോ പതിയുസ്താദിന്റെയും അതുപോലെ തന്നെ ശംസുൽ ഉലമയുടെ ഇവരൊക്കെ ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ, അവരെല്ലാവരും കൂടി തന്നെ ഈ മഹാനായ EK ഹസൻ മുസ്ലിയാർ അവരൊക്കെ സിംഹഗർജനമായി. ഇപ്പൊ തന്നെ GM സഖാഫി ഉസ്താദിനോട് കന്നഡയിലാണ് ചോദിച്ചതെങ്കിലും എനിക്ക് ഹസൻ മുസ്ലിയാർ പേര് പറയുമ്പോൾ എനിക്ക് തോന്നി, അല്ലെ അങ്ങനെ തന്നെയല്ലേ ചോദിച്ചത്, ശരിയായ നിലക്ക് സിംഹഗർജനം നടത്തിയ ആള് ആരാണെന്ന് ചോദിച്ചപ്പോ EK ഹസൻ മുസ്ലിയാർ എന്നാണ് കന്നഡയിൽ മറുപടി പറഞ്ഞത്. അപ്പോ എനിക്ക് കന്നഡ അറിയില്ല, പക്ഷെ ആ ചോദ്യം ഉത്തരം കേട്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി. അപ്പൊ മഹാനായ EK ഹസൻ മുസ്ലിയാർ അടക്കമുള്ള ആ മഹാന്മാർ
അവരല്ലാഹുവിന്റെ ദീനിനെ സുന്നത്ത് ജമാഅത്തിനെ ശക്തമായി പ്രചരിപ്പിച്ചപ്പോ അടിപതറിപ്പോയ വഹാബികൾ അവര് രാഷ്ട്രീയത്തിലൂടെ കടന്ന് ഈ രാഷ്ട്രീയത്തിന്റെ മേലയിലേക്ക് അവരിങ്ങനെ കടന്നു വന്നു. രാഷ്ട്രീയത്തിന്റെ പേരൊന്നും ഞാൻ പറയണ്ടല്ലോ. അത് ശരിയായ നിലയ്ക്ക് കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയം അതിലിങ്ങനെ ശരിയായ അതിന്റെ മർമ്മസ്ഥാനങ്ങളിൽ പിടിമുറുക്കി. ആ പ്രസ്ഥാനവും ശരിയായി അഹ്ലുബൈത്തിനെ ബഹുമാനിച്ച് അഹ്ലുബൈത്തിനെ മേലെ നിർത്തിയിട്ടാണ് അവരും ജനങ്ങളുടെ മനസ്സിലിടം നേടിയത്. കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയവും തങ്ങന്മാരെ മുന്നിൽ നിർത്തിയിട്ട് തന്നെയാണ് അവരും കാര്യം നേടിയത്. അല്ലെങ്കിൽ ബംഗാളിൽ വേണ്ടേ, മറ്റു രാജ്യങ്ങളിൽ വേണ്ടേ, തമിഴ്നാട്ടിൽ വേണ്ടേ, അതൊന്നും ഉഷാറില്ലാതെ കേരളത്തിൽ ഇത്ര ഉഷാറാകാൻ എന്താണ്? തങ്ങന്മാരതിന്റെ മുമ്പിലുള്ളത് കൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുടെ കൽബിലേക്ക് വേഗം സ്ഥാനം കയറും. അങ്ങനെ അവർ കയറി. പക്ഷേ ശരിയായ പോയിന്റുകളിലൊക്കെ വഹാബിസം വന്നു. ആ വഹാബിസം ശരിക്കും പിടിമുറുക്കിയപ്പോ സ്കൂളിലെ പാഠപുസ്തകം തീരുമാനിക്കുന്നത്, അറബി പുസ്തകം പഠിപ്പിക്കുന്നതിന് അതിന്റെ കമ്മിറ്റിയില് വഹാബി അല്ലാത്ത വേറൊരു സുന്നി ഇല്ലാത്തൊരവസ്ഥ വന്നു. സമസ്ത ഒരു ഭാഗത്ത് പ്രവർത്തിക്കുകയാണ്. പക്ഷേ ഭൗതികമായ ഇടപെടലുകൾ മുഴുവനും ഹജ്ജ് കമ്മിറ്റി ആയാലും വഖഫ് ബോർഡായാലും എല്ലാറ്റിലും ബിദ്അത്തിന്റെ അതിപ്രസരം. പാർട്ടിക്കാരാണെങ്കിൽ അതൊന്നും പറഞ്ഞാൽ കേൾക്കൂല. നമ്മുടെ ധാരാളം പള്ളികൾ, നമ്മളുടെ പട്ടാളപ്പള്ളി, മുഹിയുദ്ദീൻ പള്ളി, കോഴിക്കോട് മുഹിയുദ്ദീൻ പള്ളി പറഞ്ഞാൽ, മുഹിയുദ്ദീൻ പള്ളി എന്നാൽ സൽഫികൾക്ക് ഉണ്ടാവുമോ? ഉറപ്പനല്ലേ? മുഹിയുദ്ദീൻ പള്ളി എന്ന് പറഞ്ഞാൽ അവർക്ക് ആകെ കണ്ടുകൂടാത്ത മൊയ്തി ശേഖങ്ങളെന്ന് കാര്യമായിട്ട് കാന്തപുരത്താക്കിയതിന് ശേഷമാണ് മുഹിയുദ്ദീൻ ശേഖങ്ങളെ കണ്ടെടുത്താൽ കണ്ടുകൂടാ. അങ്ങനത്തെ ആള് പള്ളിക്ക് മുഹിയുദ്ദീൻ പള്ളി എന്ന് പേരിടൂല. പിന്നെ എന്താണ് ആ പള്ളിയുടെ ചരിത്രം? അത് സുന്നികളെ പള്ളി പിടിച്ചെടുത്തതാണ്. പള്ളിന്റെ പേര് മാറ്റാൻ കഴിഞ്ഞില്ല, അതങ്ങനെ തന്നെ നിലനിന്നു പോയി. ഇപ്പം കണ്ടില്ല ഞങ്ങൾ കേരളത്തിൽ വലിയൊരു വിഷയമാണ്. ജാറങ്കണ്ടി എന്നൊരു സ്ഥലമുണ്ട്. ഒരു റോഡിന്റെ ബോർഡ് വെച്ച് ജാറങ്കണ്ടി, നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിൽ. ആ നാടിന്റെ പേര് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പൊ സലഫി സെന്റർ അതിന്റെ അഡ്രസ് നോക്കുമ്പോൾ ജാറങ്കണ്ടി നോക്കണം, ജാറെന്ന് ഞാൻ മക്കാമു. അപ്പൊ ഈ നാടിന്റെ പേര് മാറ്റണോന്ന്, സുബ്ഹാന ജല്ല ജലാലു, താജ്മഹലിന്റെ പേര് തേജോ മഹലാക്കണോന്ന് പറഞ്ഞിട്ട് ആളുകൾ പ്രവർത്തിക്കുന്ന കാലത്ത് രാജ്യത്തുനിന്ന് ന്യൂനപക്ഷങ്ങളെ എടുത്തെറിയണമെന്ന് ആളുകൾ പറയുന്ന, ഒന്നിച്ചു നിൽക്കണമെന്ന് ആളുകൾ പറയുന്ന കാലത്ത് ഒരു നാടിന്റെ പേര് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ഞങ്ങളാണ് ജനറൽ എന്ന് പറയുന്ന ആളുകളുടെ മനസ്സ് വിശാലമായില്ല. കണ്ടോ? ആ നാടിന്റെ പേര് മാറ്റണം, ജാറെന്ന് പറ്റൂല. ഇങ്ങനത്തെ ഒരു ടീം എല്ലാറ്റിന്റെയും മേലെ കയറിയപ്പോ സമസ്തയിലുള്ള മഹാനായ സുൽത്താനുൽ ഉലമ അടക്കമുള്ള ഉസ്താദവറുകളുടെ മാനസികമായ ആ നിലക്ക് സമസ്തയുടെ നയനിലപാടുകൾ വളരണമെന്ന് ചിന്തിച്ച ഉലമാ, ആ ഉലമാക്ക് ശക്തമായ നടപടി, ശക്തമായ പ്രവർത്തനം നടത്തി സമസ്തയെ അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചപ്പോ അന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്ന, പ്രിയപ്പെട്ടവരെ, മഹാനായ ഉസ്താദവറുകള് കേരളത്തിൽ സജീവമായി ഇടപെടുന്നതിന് മുമ്പ് സമസ്തന്റെ തന്നെ സമ്മേളനം വെച്ചാല് അതിലൊക്കെ രാഷ്ട്രീയക്കാരുണ്ടാകുക. പ്രധാനപ്പെട്ട വിഷയം ഉദ്ഘാടനമായാലും പ്രസംഗമായാലും മറ്റു കാര്യങ്ങളൊക്കെ ആയാലും രാഷ്ട്രീയക്കാരുണ്ടാകും. അങ്ങനെ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹത്തായ സമസ്തയുടെ 60ാം വാർഷിക സമ്മേളനം നടക്കുമ്പോ ആ സമ്മേളനത്തിന്റെ അധ്യക്ഷ പദവിയെ ചർച്ച ചെയ്യുമ്പോ AP ഉസ്താദ് പറഞ്ഞു, അധ്യക്ഷൻ സമസ്തയുടെ പ്രസിഡന്റ് കണ്ണിയത്ത് ഉസ്താദ്, അല്ലാഹു തആല അവിടത്തേക്ക് ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഉദ്ഘാടനം ശംസുൽ ഉലമ AK ഉസ്താദ്. അപ്പം പിന്നെ രാഷ്ട്രീയക്കാര്, ആ രാഷ്ട്രീയക്കാരെ എല്ലാ രാഷ്ട്രീയക്കാരും വരുമല്ലോ എന്ന ഒരു സമീപനം വന്നപ്പോ ഇവരൊക്കെ നന്നായി വളർന്നു വന്നാല് നമ്മളെ പിടുത്തം വിടും എന്ന ആളുകൾക്ക് തോന്നിയതാണ് സമസ്ത വളരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. അല്ലാഹു കാക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അടുത്ത് കേരളത്തിൽ വലിയ വിവാദമായി. ഒരു മൊയ്ലാര് പറയാണ്, സമസ്ത വളരാനുള്ള അല്ലെങ്കിൽ സമസ്തയിൽ നിന്ന് സുൽത്താനുൽ ഉലമയൊക്കെ ഒഴിവാക്കാനുള്ള കാരണം രാഷ്ട്രീയ പാർട്ടിയായി SYS-നെ മാറ്റണം, അല്ലെങ്കിൽ SYS ആയി സമസ്ത അതിനെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണം, അല്ലെങ്കിൽ SYS-നെ രാഷ്ട്രീയ പാർട്ടിയായിട്ട് അംഗീകരിക്കണം എന്ന് പറഞ്ഞിട്ട് AP ഉസ്താദ് സമസ്തക്ക് കത്ത് കൊടുത്തു. ഒരു മൊയ്ലാര് പറഞ്ഞു, ആ കത്തേടേന്ന് ചോദിച്ചപ്പോ സമസ്ത പടർന്നതിന് ശേഷം അവരെന്നെ ഉണ്ടാക്കി തട്ടിക്കൂട്ടിയ ഒരു ബുക്ക് എടുത്തിട്ട് അയാൾ വായിച്ചു. ഈ ബുക്കിലുണ്ട് കണ്ടോ നിങ്ങള്? പിന്നീട് അയാൾ മാറ്റിയിട്ട് പറഞ്ഞു, അന്നത്തെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയാണ് കത്ത് കൊടുത്തത്. ഉസ്താദ് അവരുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. കണ്ടോ നിങ്ങള്? ഇപ്പൊ കോഴിക്കോട് ജില്ലക്കാരനാണെങ്കിലോ, കോഴിക്കോട് ജില്ലക്കാരനാണ് മഹാനായ ശംസുൽ ഉലമയും. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഉസ്താദ് എതിർത്തിട്ടില്ല. ആ സമയത്ത് ശംസുൽ ഉലമ ശക്തമായി എതിർത്ത ധാരാളം അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനിത് പച്ചക്ക് പറഞ്ഞത് അങ്ങനെ കോമിക്കാക്കി പറയണ്ടല്ലോ. നമുക്ക് വിഷയം മനസ്സിലാക്കാൻ, നമ്മൾ ആരും വിമർശിക്കാനല്ലോ. അള്ളാഹു എല്ലാവരുടെ വഫാത്തായവരുടെ ഒക്കെ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ സുൽത്താനുൽ ഉലമ
ഉസ്താദ് അവറുകൾ ശക്തമായി മുന്നോട്ട് വന്നു. ഉസ്താദ് അവറുകളുടെ നേതൃത്വത്തിൽ ഒരു ടീം യുവാക്കൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരായി റെഡിയായി വരുമ്പോ രാഷ്ട്രീയക്കാർക്കും ബിദ്അത്തിന്റെ ആളുകൾക്കും തോന്നി ഇവരെങ്ങനെ വിട്ടാ ശരിയാവൂല, ഇവർ ഒന്നിച്ചു പോവുകയാണെങ്കിൽ റെഡിയാവൂല. അപ്പോഴാണ് അരീക്കാട് പള്ളി പ്രശ്നം വന്നത്. ഇന്ന് അരീക്കാട് പള്ളിന്റെ പ്രശ്നം ചർച്ച ചെയ്യുമ്പോ ഇന്നിപ്പോ കാര്യമായി സമസ്തയുടെ നേതാവായി അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ ഒരാള് അദ്ദേഹം ഇന്ന് ക്രൂശിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ അയാൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്, വാതുറക്കാൻ കഴിയാത്തൊരവസ്ഥ വരികയാണ്. അയാളാണ് മഹാനായ സുൽത്താനുൽ ഉലമക്കെതിരെ ആദ്യമായി പള്ളിന്റെ പൈസ മുക്കി എന്ന് പറഞ്ഞിട്ട് കൊടുത്ത പള്ളിന്റെ കമ്മിറ്റിന്റെ സെക്രട്ടറിയാണ് അയാള്. അള്ളാഹു കാക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പൊ ഇന്ന് അയാൾ വലിയ പ്രതിസന്ധിയിലാണ്, അയാൾ വലിയ പ്രയാസത്തിലാണ് ഇന്നുള്ളത്. ഏതായാലും ആ പള്ളിയുടെ പ്രശ്നം വന്നപ്പോ ഉസ്താദ് അവറുകൾ പൈസ മുക്കി എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നം വന്നപ്പോ സുന്നികൾ എല്ലാവരുടെയും മനസ്സ് വേദനിച്ചു. ഉസ്താദ് അവറുകൾ ഗൾഫിൽ നിന്ന് വരുമ്പോ നമ്മൾ അറിയണം, മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഇഖ്ലാസ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഉസ്താദിനെ കൂട്ടാൻ വേണ്ടിയിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ പാതിരാ സമയത്ത് പോകുമ്പോ അവിടെ പ്രായമുള്ളൊരു പണ്ഡിതൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ. ആരാണായിരിക്കുന്ന ആള്? ശംസുൽ ഉലമ. ഉസ്താദ് അവരുടെ അടുത്തേക്ക് വളരെ വിനയത്തോടെ പോയി ചോദിച്ചു, ഉസ്താദ് അവർ ഇരിക്കുന്നത് AP വരുന്നുണ്ട്. ഉസ്താദ് കട്ടിട്ടിരുന്നിട്ട് ഇവിടെ ഇങ്ങനെ കറക്കുന്ന സമയത്ത് ഉസ്താദിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പോയി. കാരണം അവർക്കൊക്കെ അറിയാം ഉസ്താദ് അവർ ഇതൊന്നും ചെയ്യൂല, ഉസ്താദ് അവർ ഇങ്ങനല്ല, റൂട്ട് ഇങ്ങനല്ല എന്ന് അവർക്കറിയാം. അവരുടെ മനസ്സത് സമ്മതിക്കൂല കുറ്റം പറയാൻ. ഉസ്താദ് അവർ നല്ല ബന്ധം, നല്ല റാഹത്ത്, നല്ല ഉഷാറിൽ പേരോട് ഉസ്താദ് AP ഉസ്താദ് എങ്ങനെയാ നമുക്കറിയില്ലേ, എങ്ങനെയാ നല്ല ബന്ധമല്ലേ. അതുപോലെ ഉണ്ടായ ആളാണ് ശംസുൽ ഉലമയും AP ഉസ്താദും. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. അപ്പോ നമ്മളെ ഫൈലിൽ നമ്മള് സുന്നി ഫൈസി ഉസ്താദിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞത് ഈ മഹത്തായ പ്രസ്ഥാനത്തിന് നല്ല രണ്ട് നേതൃത്വം അങ്ങോട്ട് വരുമ്പോ, നിങ്ങള് മലയാളം വായിക്കാൻ അറിയുന്നവർക്കൊക്കെ അറിയാം, 60ാം വാർഷിക സുവനീർ വായിച്ചറിയും. AP ആ ദ്വയാക്ഷരങ്ങൾക്ക് വേണ്ടി സദസ്സ് കാതോർത്തു. AP ഉസ്താദിന്റെ ഉസ്താദൊക്കെ ചിലപ്പോൾ സമ്മേളനത്തിൽ പങ്കെടുത്ത് ആയിരിക്കും. നമ്മളെന്നും ചെറിയ കുഞ്ഞ് നമ്മള് ആ സമ്മേളനം ദുനിയാവിലുണ്ടോന്ന് തന്നെ ഓർമ്മയില്ല. ഏതായാലും ഉസ്താദ് എഴുന്നേറ്റ് നിൽക്കുമ്പോ സദസ്സ് ആരവം മുഴക്കാണ്. അറബിക്കടൽ ഒരു ഭാഗത്ത്, മനുഷ്യക്കടൽ മറ്റൊരു ഭാഗത്ത്. ആ സമയത്ത് ശംസുൽ ഉലമ ഇങ്ങനെ ഗർജിക്കുന്ന സമയത്ത് സദസ്സ് ഇങ്ങനെ നിലക്കാതെ തക്ബീറിലാണ്. അപ്പൊ ആളുകൾ ഭയപ്പെട്ടു, ഇവർ രണ്ടാളും ഒന്നിച്ചു പോയാൽ ഇത് ശരിയാവൂല. അങ്ങനെയാണ് ഇതിന്റെ ഇടയിൽ ഫിർഖത്തിന്റെ ശരിയായ വിത്തുകൾ പാകുന്നത്. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ, പള്ളിയുടെ പൈസ കൊണ്ടാണ് AP ഉസ്താദിനെ ആദ്യമായിട്ട് പറഞ്ഞത്. സുഹൃത്തുക്കളെ, നമുക്ക് അഭിമാനിക്കാൻ വകയില്ലേ, കേരളത്തില് ഇന്ത്യയിൽ ഒരു പണ്ഡിതൻ 3000-ലേറെ പള്ളികൾ നിർമ്മിച്ച ഒരു ചരിത്രം ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവുമെന്ന് നമുക്കറിയൂല. നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മുടെ സ്കൂൾ കുട്ടികൾ പഠിച്ചാൽ, നമ്മുടെ വിദ്യാർത്ഥികൾ പഠിച്ചാൽ, ചരിത്ര വിദ്യാർത്ഥികൾ പിന്നീട് പഠിക്കുമ്പോ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പള്ളി നിർമ്മിച്ചത് ആര് എന്ന ചോദ്യത്തിന് കുട്ടികൾക്ക് ഒരേ ഒരു മറുപടിയുള്ളൂ. അത് AP ഭാഗത്തിന്റെ ആളായാലും ചേളാരി സമസ്തന്റെ ആളായാലും എല്ലാവർക്കും ഉത്തരം സ്കൂളിൽ എഴുതാൻ വേണ്ടി ഒറ്റ മറുപടി ഉണ്ടാവുള്ളൂ, സുൽത്താനുൽ ഉലമ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഒരു പള്ളിയുടെ പൈസ എടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പമുണ്ടാക്കിയിട്ട് ഒരു മനുഷ്യനെ, ഒരു വലിയ പണ്ഡിതനെ മൂലക്കിരുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോ പന്തിനൊരു സ്വഭാവമുണ്ട്. പന്ത് അത് എത്ര ഉഷാറായിട്ട് താഴെ എറിഞ്ഞാലും അത്ര ഹൈറ്റിലാ പൊന്ത്. ചെറുങ്ങനെ ഇട്ടാ ചെറുങ്ങനെ പോകും, വെങ്ങനെ എറിഞ്ഞാൽ വെങ്ങനെ പോകും. കണ്ടില്ലേ? ഇതുപോലെയാ വലിയ കാര്യം കൊണ്ടാണ് ആദ്യം തന്നെ നേരിട്ടത്. ഉസ്താദ് അവർകൾ ഇന്നും പള്ളി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ മസ്ജിദും മഹാനായ സുൽത്താനുൽ ഉലമയുടെ നേതൃത്വത്തിൽ തന്നെ നോളജ് സിറ്റിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. പൂർത്തിയാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവിടെ നിസ്കരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞത് ആ മഹാനായ ഉസ്താദ് അവർകളെ മഹാനായ ശംസുൽ ഉലമയുടെ അടുക്കുന്ന മാറ്റാനുള്ള ശരിയായ പ്രവർത്തനങ്ങള് അങ്ങനെ നടന്നതിന്റെ ഭാഗമായിട്ടാണ് രാഷ്ട്രീയക്കാരുടെയും സലഫികളുടെയും കുബുദ്ധിയിൽ നിന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാരെ തെറ്റുധരിപ്പിച്ച് ഖാദിമീങ്ങളായി നടന്ന ആളുകൾ അതൊക്കെ ഈ അടുത്ത് ശക്തമായി സോഷ്യൽ മീഡിയയിലും ചാനലിലുമൊക്കെ അവർ വന്നിട്ട് ഇങ്ങനെ ഛർദിച്ചപ്പോ ആ കാലത്ത് ശരിയായ നിലക്ക് പ്രവർത്തനം നടത്തിയവർ, കുത്തിത്തിരിപ്പുണ്ടാക്കിയവർ, ഉസ്താദ് അവർകൾ AP ഉസ്താദിനെ അകറ്റിയവർ, ശംസുൽ ഉലമയെ അകറ്റിയവർ, അവര് തന്നെ അവരെ നാവിലൂടെ പറഞ്ഞു ഞങ്ങളാണ് ഇത് ചെയ്തിരുന്നത്, ശക്തമായി പ്രവർത്തിച്ചിരുന്നു അവർ തന്നെ പറയുകയാണ്. പക്ഷെ അവരുടെ അനുയായികൾക്ക് അത് മനസ്സിലാകുന്നില്ല. അല്ലാഹുവർക്കും നല്ല ബുദ്ധി
ബുദ്ധി കൊടുക്കട്ടെ, എല്ലാവർക്കിടയിൽ അല്ലാഹു മസ്ലഹത്തും കൊടുക്കട്ടെ. ആ വിഷയം പറഞ്ഞ് കൂടുതൽ ഉണ്ടാക്കാനല്ല ഞാൻ പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ സുൽത്താനുൽ ഉലമ, മഹാനായ സയ്യിദുനാ ഉള്ളാൾ തങ്ങൾ പാപ്പ, നൂറുൽ ഉലമ എംഎ ഉസ്താദ്, കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ്, മഹാന്മാരുടെ ദറജ അല്ലാഹു വർദ്ധിപ്പിച്ചു. ഉസ്താദ് അവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ആ വിഷയങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഉസ്താദ് അവർ ഒരു ഭാഗത്ത് നിന്ന് മെല്ലെ മെല്ലെ അകറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശരീഅത്തിന്റെ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി സമസ്ത മീറ്റിംഗ് കൂടിയിട്ട് സുൽത്താനുൽ ഉലമയുടെ നേതൃത്വത്തിൽ, ശംസുൽ ഉലമയുടെ ഒക്കെ നേതൃത്വത്തിൽ ഒരു പണ്ഡിത സമൂഹത്തെ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി പറഞ്ഞേക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ തീരുമാനം നടപ്പിലാക്കലാണ് സമസ്തയുടെ ജനറൽ സെക്രട്ടറി ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അതിന്റെ ഇടയിൽ ആരോ മഹാനായ ശംസുൽ ഉലമയെ തെറ്റിദ്ധരിപ്പിക്കുകയോ ചേർത്ത് പിടിക്കുകയോ ചെയ്ത് ഉസ്താദ് അവർ അതിൽ നിന്ന് മാറിയപ്പോ സ്വാഭാവികമായും ഉണ്ടായ ഒരു അകൽച്ച കൂടുതൽ വന്നു. നിങ്ങൾക്കറിയാലോ, നമ്മളൊക്കെ 4ാം ക്ലാസ്സിൽ മദ്രസയിൽ അഖ്ലാഖിൽ പഠിച്ച ആദാബുസ്സലാമിൽ ഒരു വാക്ക് പറയുന്നുണ്ട്. സലാം ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞിട്ട്, എന്നാൽ മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ പുത്തംവാദികൾക്ക് സലാം പറയേണ്ടതില്ല, പറഞ്ഞാൽ മടക്കേണ്ടതുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിഷയം മുജാഹിദിന് സലാം ചൊല്ലുന്നതും ജമാഅത്തെ ഇസ്ലാമിക്ക് സലാം പറയുന്നതും ബിദ്അത്തിന്റെ ആളുകൾക്ക് സലാം പറഞ്ഞ് APU ഉണ്ടാക്കിയ ഒരു നിയമമല്ല. അത് ഔസുല്ലാ ഞങ്ങളുടെ കിതാബിലുണ്ട്, മഹാന്മാരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത സഭ ഉണ്ടാക്കിയ വലിയൊരു വിഷയമാണ്. ആ വിഷയം, ആ പ്രമേയത്തെ മദ്രസ പുസ്തകത്തിൽ പഠിപ്പിച്ചപ്പോ ആ ആശയത്തിനെതിരെ സമസ്തയിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ പ്രവർത്തിക്കുന്നു എന്ന് തോന്നിയപ്പോ മഹാനായ സുൽത്താനുൽ ഉലമയുടെ ലീഡറുമായിരുന്ന താജുൽ ഉലമ ഉള്ളാളത്തെ തങ്ങൾ അല്ലാഹുവിന്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. എല്ലാ സമയത്തും കണ്ണിയത്ത് ഉസ്താദ് ഉണ്ടായാലും ചില സമയത്ത് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അധികവും വരാറില്ല. ആ സമയത്ത് മുഴുവനായും സമസ്തയുടെ അധ്യക്ഷ പദവിയിൽ, യോഗത്തിന്റെ അധ്യക്ഷ പദവിയിൽ മഹാനായ താജുൽ ഉലമ ആയിരുന്നു. ആ താജുൽ ഉലമയുടെ നേതൃത്വത്തിലാണ് അധ്യക്ഷ പദവി എപ്പോഴും യോഗം നടക്കാറുള്ളത്. പ്രത്യേകമായൊരു യോഗം വിളിച്ചപ്പോ അന്ന് മഹാനായ തങ്ങളുപ്പാപ്പക്ക് പകരം KK ഹസ്രത്ത് ഉസ്താദിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശംസുൽ ഉലമ നിയോഗിച്ചു. അത് കണ്ടപ്പോ മഹാനായ അലിക്കുഞ്ഞു ഉസ്താദ്, അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ, മഹാനായ ഉസ്താദ് അവർകളെ മെല്ലെ എന്തോ ഒരു പന്തികേടാണ് എന്ന് മനസ്സിലാക്കി മൂപ്പര് മെല്ലെ ആദ്യം തന്നെ ഇറങ്ങി. അതൊരു വല്ലാത്ത അർക്കായി പോയി. മഹാനവർകൾ ആദ്യം തന്നെ ഇറങ്ങിയതൊരു വല്ലാത്ത അർക്കായി പോയി. അതിനുശേഷം കുറെ ആളുകൾ ഒന്നിച്ചിറങ്ങി. വിഷയം വളരെ ഗൗരവമായി ചർച്ച ചെയ്യുമ്പോ മഹാനായ താജുൽ ഉലമയുടെ ഗർജന നമ്മൾ കേട്ടതാണ്. ആര് പുറത്താക്കിയാടാ? നമ്മൾ ഇറങ്ങി വന്നതാടാന്ന് പറഞ്ഞില്ലേ? ഇറങ്ങി വന്നതാണ്. ഭൂരിപക്ഷം നോക്കി ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞപ്പോ ലോകത്ത് ഭൂരിപക്ഷം കുഫാറുകളല്ലേ, അതുകൊണ്ട് അത് ശരിയാകുമോ? ദീനിൽ ഭൂരിപക്ഷം ഇല്ലടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒറ്റക്കാണെങ്കിലും ഒറ്റക്കാണെങ്കിലും ഞാൻ സത്യത്തിന്റെ കൂടെ മാത്രമേ നിൽക്കുള്ളൂ, ഈ കൂട്ടത്ത് നിൽക്കാൻ കഴിയൂല എന്ന് പറഞ്ഞിട്ട് താജുൽ ഉലമ ഇറങ്ങിയതാണ്. ആ താജുൽ ഉലമ പറഞ്ഞിട്ട് എന്റെ ബാക്കിലാണ് ഇവരൊക്കെ ഇറങ്ങിയത്. താജുൽ ഉലമ ഇറങ്ങി, നൂറുൽ ഉലമ ഇറങ്ങി, കൻസുൽ ഉലമ ഇറങ്ങി, അങ്ങനെ പണ്ഡിതന്മാര് പലരും ഇറങ്ങി. 10-11 ആളുകൾ ഇറങ്ങി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ഇറങ്ങി വന്നിട്ട് സമസ്തയെ പുനഃസംഘടിപ്പിച്ചപ്പോ അതുവരെ അധ്യക്ഷ പദവി അലങ്കരിച്ചുകൊണ്ടിരുന്ന മഹാനായ ഉള്ളാളത്തെ തങ്ങൾ പ്രസിഡന്റായി. സമസ്തയുടെ ലക്ഷ്യം, ആ ലക്ഷ്യം ബിദ്അത്തിനോടുള്ള എതിരായ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിന് സമസ്തയെ പുനഃസംഘടിപ്പിച്ചു. ആ സമയത്ത് സമസ്തയുടെ പ്രധാനപ്പെട്ട ഭാരവാഹിയും ആവേശവുമായിരുന്ന സുൽത്താനുൽ ഉലമ ജനറൽ സെക്രട്ടറിയായി കമ്മിറ്റി വന്നു. പിന്നെയാണ് സുബ്ഹാന ജല്ല ജലാലു നമ്മളെല്ലാവരും അറിയുന്ന അനുഭവങ്ങൾ ധാരാളമുള്ളത്. ഈ പണ്ഡിതന്മാരെ നമ്മൾ മനസ്സിലാക്കണവരൊന്നും ദുന്യാവിന് വേണ്ടി ഇറങ്ങി വന്നതല്ല. മഹാനായ കൻസുൽ ഉലമയുടെ ദറജ അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ. മഹാനായ കൻസുൽ ഉലമ കണ്ണൂർ ജില്ലയിലെ നൂറുകണക്കായ മഹല്ലുകളുടെ ഖാലിയായിരുന്നു. വളരുന്ന സമയത്ത് ആ നൂറുകണക്കായ മഹല്ലുകളുടെ ഖാലിയാണ്. ആ ഖാലി സ്ഥാനത്തിൽ മഹാനവറുകൾക്ക് സ്ഥാനാരോഹണം നടത്തി കൊടുത്തത് മഹാനായ കണ്ണിയത്ത് ഉസ്താദാണ്. കണ്ണിയത്ത് ഉസ്താദിന്റെ ഇഷ്ട ശിഷ്യനാണ് ഹംസ മുസ്ലിയാർ. നമുക്ക് ആ ചരിത്രമൊക്കെ അറിയാം. നൂറുകണക്കായ മഹല്ലിലെ ഖാലിയായ കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ് ഇറങ്ങി വരുമ്പോ ആലോചിച്ചില്ല, പടച്ചോനെ കണ്ണൂർ ജില്ലയിൽ ഏകദേശം മറ്റേ ആളാണ് കൂടുതലുള്ളത്, മഹല്ലിന്റെ ഖാലി സ്ഥാനെല്ലാം പോയി പോകും, അതുകൊണ്ട് ഞാൻ ഇരണം ഉണ്ടാണ്ടിരിക്കലാണ് ഖൈറു എന്ന് ചിന്തിച്ചില്ല. ദുന്യാവിന്റെ ലക്ഷ്യമാണ് അവർ കണ്ടതെങ്കിൽ അവരിറങ്ങൂല. ദുന്യാവിന്റെ ലക്ഷ്യമാണ് അവർ കണ്ടതെങ്കിൽ അവരിറങ്ങൂല. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാണ് ഇറങ്ങുന്നത് എന്ന് മനസ്സിലാക്കി ഇറങ്ങി. ഇറങ്ങുന്നവരെ കൂട്ടത്തിൽ ഇറങ്ങിയ ചില ആളുകള് ഇവിടെ വന്നിട്ട്
ദുനിയാവ് കണ്ടപ്പോൾ തിരിച്ചുപോയവരുണ്ട്. അള്ളാഹുർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഉറച്ചു നിന്നു അവർ. ആളേത് ഭാഗത്താ നോക്കിയില്ല. നിങ്ങൾ നോക്ക്, എത്ര എത്ര ഏറുകൾ. സുബ്ഹാന ജല്ല ജലാലു. മഹാനായ ബഹറുൽ ഉലൂം വലിയ മുഹദ്ദിസായിരുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെയൊക്കെ ഉസ്താദ് ആയിരക്കണക്കിന് സഖാഫികളുടെയും അല്ലാത്ത എത്രയോ നൂറുകണക്കായ ആയിരക്കണക്കായ പണ്ഡിതന്മാരുടെ ഗുരുവര്യരും മഹാനായ ശൈഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദ്, അള്ളാഹു തലവെടുത്ത് ദറജ ഉയർത്തി കൊടുക്കട്ടെ. ആ ഉസ്താദ് അവർകളെ കുത്തിയത് ഒരു ഇലക്ഷൻ പ്രകടനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയത് കൊണ്ടല്ല. ഏതെങ്കിലും ഒരു പാർട്ടിന്റെ കൊടി പിടിച്ച് സിന്ദാബാദ് വിളിച്ചപ്പോ മറ്റേ പാർട്ടിക്കാരൻ വന്ന് കുത്തിയതല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനവറുകളുടെ ശരീരത്തിൽ 8-9 വെട്ടുകൾ വെട്ടി ഒരു കാരണമില്ലല്ലോ താടി നരച്ചുപോയ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി രാപ്പകൽ അധ്വാനിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി എത്രയെത്ര കിതാബുകളാണ് മഹാനവറുകൾ രചിച്ചത്, എത്രയാണ് ഗ്രന്ഥരചന നടത്തിയത്. ഈ അടുത്ത കാലത്ത് ജീവിച്ച മഹാന്മാരെ കൂട്ടത്തിൽ ആ മഹാനായ നെല്ലിക്കുത്ത് ഉസ്താദിനെ കുത്തി കൊലപ്പെടുത്താനുള്ള ശ്രമം നടന്നു. പേരോട് ഉസ്താദിന്റെ ഒക്കെ വേല നമ്മൾ കേട്ടിട്ടില്ലേ? ഉസ്താദ് അവർകളോട് AP ഉസ്താദ് പറയും പോലും, മോനെ നിങ്ങള് ബസ് കയറിയാല് ബാക്കിലിരിക്കണം, ബാക്കിലെ സീറ്റ്. അന്ന് കാറും സംവിധാനമൊന്നുമില്ല. നമ്മളിപ്പോ ബാലിന് വരുമ്പോൾ തന്നെ കാറിൽ വന്ന് AC ഇട്ടിട്ട് ഇവിടെ വരുമ്പോൾ നമ്മളിങ്ങനെ സ്റ്റേജിൽ മേരിക്കുമ്പോൾ പറയും, ഉസ്താദ് വളരെ ക്ഷീണിച്ചിട്ട് വന്നാണ്. ഏടെന്ത് ക്ഷീണം? അള്ളാഹു നമുക്കെല്ലാം ആഫിയത്ത് തരട്ടെ. അള്ളാഹു റാഹത്തർ. ഞാൻ ഉദാഹരണം പറയാം. നമ്മളെ പ്രവർത്തനത്തെ നമ്മൾ ഇങ്ങനെ തന്നെ കാണേണ്ടത്. ബസ്സിൽ പ്രയാസപ്പെട്ടിട്ട് ഓടുന്ന കാലാണ്. മാത്രമല്ല നിങ്ങൾ ബസ്സിന്റെ ബാക്കിൽ കയറി എങ്ങനെ ഉണ്ടാവും? അതുകൊണ്ടല്ലേ പെണ്ണുങ്ങൾക്ക് മുമ്പിൽ സീറ്റ് കൊടുത്തത്. പെണ്ണുങ്ങൾക്ക് ബാക്കിലിരിക്കാൻ കഴിയില്ല. കാരണം ബാക്കി ഒരുപാട് വിഷമങ്ങളുണ്ട്, പ്രയാസമുള്ളവരാണ്. അതുകൊണ്ട് അവരെ മുമ്പിൽ ഇരുത്തണം. ഇവിടെ കർണാടകയിൽ എങ്ങനെയെന്ന് ഞാൻ അറിയില്ല കേട്ടോ. കേരളത്തിന് അങ്ങനെയല്ലേ? മുമ്പിലിരുത്തുക. അങ്ങനെ പെണ്ണുങ്ങൾക്ക് പ്രയാസമുണ്ട്. പെണ്ണുങ്ങൾ ഞാൻ ഉഷാറാന്ന് അവർ പറഞ്ഞാലും അവർക്ക് പ്രയാസമുണ്ട് എന്നാണ് ബസ്സിൽ കയറിയാൽ വരെ മനസ്സിലാകുക. നിങ്ങൾ എവിടെയെങ്കിലും പുരുഷന്മാർന്ന് ബസ്സിൽ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? സീറ്റിൽ പുരുഷന്മാർക്ക് റിസർവ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്താ കാരണം? അവര് കാല് പൊളിഞ്ഞാലും ഉണ്ടാവും, വികലാംഗരുണ്ടാവും. നിങ്ങളുടെ നാട്ടിൽ എന്താ ഭാഷ ഉപയോഗിക്കാന്നറിയില്ല, വികലാംഗരുന്നുണ്ടാവും. അവിടെ ഉണ്ടാവും വൈകല്യമുള്ളവർ. അപ്പം പെണ്ണുങ്ങൾ കയറിയാൽ അവർക്കും വേഗം സീറ്റ് കൊടുക്കണം, ഇവർക്കും വേഗം സീറ്റ് കൊടുക്കണം. കുറച്ചും കൂടെ ഒന്നും കൂടെ ഉണ്ടാവും. പ്രായമുള്ളവർ അല്ലെ, സീനിയർ സിറ്റിസൺ, അവർക്കും കൂടുതൽ നിൽക്കാൻ കഴിയൂല. അതുകൊണ്ട് അവർക്കും വേഗം സീറ്റ്. ചെറുപ്പക്കാരാകും കുറച്ച് നിൽക്കാനൊക്കെ കഴിയും, പക്ഷെ പെണ്ണുങ്ങൾ കഴിയൂല. അവർക്കൊരു ഇത് ഉള്ളത് കൊണ്ടാണ്. അള്ളാഹു തആല അവർക്കൊക്കെ റഹ്മത്ത് ചെയ്യട്ടെ. നമ്മളെ കൂടെ നമ്മൾ സംരക്ഷിക്കേണ്ടവരാണ് അവർ. ആ ഭാഗം ഞാൻ പറയല്ല. പ്രിയപ്പെട്ടവരെ, അപ്പോ ഈ ബാക്കിൽ യാത്ര ചെയ്ത് പോകാന്ന് ഭയങ്കര സംഭവമാണ്. അപ്പൊ AP ഉസ്താദിനോട് പേരോട് ഉസ്താദ് ചോദിച്ചു പോൽ, ഉസ്താദെ അല്ലെങ്കിൽ തന്നെ തലവേദന ഈ ബസ്സിനെല്ലാം പോകുമ്പോൾ ബാക്കിൽ ഇരുന്നാൽ ഭയങ്കര പ്രയാസമല്ലേ, എങ്ങനെ ബയൽ പറയാൻ എത്തുമ്പോ? അപ്പൊ ഉസ്താദ് പറഞ്ഞു, ബാക്കിലിരുന്നാല് ബാക്കിന്ന് ആക്രമിക്കാൻ കഴിയൂലല്ലോ. കണ്ടോ, ബാക്കിലിരുന്നാല് ബാക്കിന്ന് ഏറ് കിട്ടൂല, ബാക്കിന്ന് അടി കിട്ടൂല. മുമ്പിന്ന് വരുന്നവനെ കാണാലോ. മുമ്പിലിരുന്നാല് ബാക്കിന്ന് അടി കിട്ടും, ബാക്കിന്ന് കുത്തു കിട്ടും. അങ്ങനത്തെ കാലം ആരായി പറയുന്നത്? മഹാനായ മൗലാന പേരോട് ഉസ്താദ്. ആരോ ഉസ്താദിനോട് പറയുന്നത്? AP ഉസ്താദ്. അപ്പൊ AP ഉസ്താദിനെ കിട്ടിയ ഏറിന് കണക്കുണ്ടോ? നമ്മൾ മൊത്തത്തിൽ കൊട്ടക്കണക്ക് പറയല്ലേ. എത്ര സ്ഥലങ്ങളിൽ നിന്ന് മഹാനായ സുൽത്താൻ ഉലമ കസേര പിടിച്ചിട്ട് പ്രസംഗിക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഉസ്താദ് വരുന്ന സമയത്ത് കല്ലെറിയാൻ വേണ്ടിയിട്ട് ആള് നിൽക്കുന്ന ഒരു അവസ്ഥ. ഉസ്താദിന് മാത്രമല്ല, ധാരാളം ആളുകൾ. പേരോട് ഉസ്താദ് തളിപ്പറമ്പ് ഒരു സ്ഥലത്ത് വന്ന് പ്രസംഗിച്ച കഥ പറയുന്ന ഈ അടുത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. ഉസ്താദ് പ്രസംഗിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഉസ്താദിനെ കൊണ്ടുവന്ന ഏറിങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഉസ്താദിനെ കൊണ്ടുവന്നിട്ടുണ്ട് അലിമൊഗ്രാൽ എന്ന് പറഞ്ഞിട്ട്. അയാൾ മക്കറിന്റെ അടുത്തുള്ള ആളാണ്, മുസ്ലിം ജമാഅത്തിന്റെ ജില്ലാ ലീഡറാണ്. അയാൾക്കുണ്ട് ഏറ് കൊണ്ടിട്ട് അവിടെ കിടക്കുന്നു. ഉസ്താദിനെ സംരക്ഷിക്കേണ്ട ആള് മുപ്പർക്ക് ഏറ് കൊണ്ട് നേരത്തെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ എത്ര പീഡനങ്ങളും പ്രയാസങ്ങളുമാണ് നമ്മുടെ ഉലമാ. ഇതൊന്നും ദുനിയാവിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് തോന്നിയോ? അന്നത്തെ പ്രഭാഷകന്മാരുടെ കൂട്ടത്തിൽ ഇന്നത്തെ പ്രഭാഷകന്മാരെ കഥ നമുക്കറിയൂലേ? 50,000 വേണം, 1,00,000 വേണം എന്നെല്ലാം പറഞ്ഞ് പ്രസംഗിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു നമ്മളെല്ലാം കൽബ് നന്നാക്കി തരട്ടെ. പ്രസംഗിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പ്രസംഗമാണ് മഹാനായ സുൽത്താൻ ഉലമ ഇല്ലേ, കണ്ണിയത്ത് ഉസ്താദിന്. കാന്തപുരം മൊയ്ലാർ വയൽ പറയട്ടെ എന്ന്. അപ്പം വയൽ പറയണം. കാന്തപുരം ഉസ്താദ് പറഞ്ഞാൽ അന്നൊരു വയലാകുള്ളൂ. ആ വയൽ പറയുന്ന ഉസ്താദ് സ്വന്തം കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നെങ്കിൽ വയലിന് പറഞ്ഞ പൈസ തന്നെ മതി ഉസ്താദിന് രാജാവാകാൻ, കോഴിക്കോട് മൊത്തം വാങ്ങാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഇനി ചില ആളുകൾ ഇപ്പൊ പറയലുണ്ട്, ഈ കാന്തപുരം എന്ന് പറഞ്ഞ ആള്, കാന്തപുരം ഉസ്താദ് അവരൊക്കെ ദുനിയാവിന് വേണ്ടിയാണ്. 60% ഉസ്താദിന്, 40% മർക്കസിന്, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടില്ല നിങ്ങൾ? അള്ളാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ. പറയുന്നവർക്ക് മുഴുവൻ ഉസ്താദിന്റെ സ്വഭാവം വെച്ച് ഉസ്താദ് പറയുന്നത് പറഞ്ഞവർക്ക് മുഴുവനും പൊരുത്തപ്പെട്ടു കൊടുത്തു, പറയുന്നുകൊണ്ടിരിക്കുന്നവർക്കും പൊരുത്തപ്പെട്ടു കൊടുത്തു, ഇനി പറയാൻ വിചാരിക്കുന്നവർക്കും പൊരുത്തപ്പെട്ടു കൊടുത്തു എന്ന് പറയുന്ന നേതൃത്വമായതുകൊണ്ട് പ്രശ്നമില്ല. ആരോടും വെറുപ്പില്ലാത്ത നേതൃത്വമായതുകൊണ്ട് പ്രശ്നമില്ല. പ്രിയപ്പെട്ടവരെ,
നിങ്ങൾ നോക്ക്, മർക്കസ് കോംപ്ലക്സ് നിങ്ങൾ എത്രയാണ് ആസ്തി കണക്ക് കൂട്ടുന്നത്? മർക്കസിന്റെ ബിൽഡിങ്ങും അതിന്റെ സ്ഥലവും നോളേജ് സിറ്റിക്ക് നിങ്ങൾ എത്രയാണ് വിലയിടുന്നത്? ഒരു 10,000 കോടി, തമാശക്ക് പറയാ ഒന്നല്ല, ഒരു 10,000 കോടി ഉറുപ്പ്യന്റെ സ്ഥാപനം അവിടെ ഉണ്ടെങ്കിൽ പോട്ടെ, 1,000 കോടി ഉറുപ്പ്യന്റെ സ്വത്ത് അവിടെ ഉണ്ടെങ്കിൽ അതിന്റെ 10% കൂട്ടി എത്രയായി? ഉസ്താദിന്റെ സ്വന്തം വരുമാനം ഹലാലായിട്ട് നമ്മൾ കൊടുക്കുകയാണ് ഒരാൾക്ക്. ഈ പിരിപ്പിച്ച വകയിൽ എനിക്കൊരു ശമ്പളം എന്നുള്ള എനിക്കൊരു 10% ഒരു ശമ്പളമായി നിശ്ചയിച്ചിട്ട് കൊടുത്താൽ എത്രയാണ് ഉസ്താദിന്റെ ആസ്തി? ഉസ്താദിന് എയറോപ്ലെയിൻ വാങ്ങാൻ വേണ്ടി വേറെ പിരിവെടുക്കേണ്ടതുണ്ടോ? ഇല്ല. മർക്കസ് ഉസ്താദിന്റെ ചെലവിൽ ഉസ്താദ് 1 രൂപ കമ്മീഷൻ എടുക്കാതെ കുറേ വർഷങ്ങളായി ആ ഉസ്താദിനെ പറഞ്ഞിട്ട് ആദ്യകാലങ്ങളിൽ കുറച്ച് ശമ്പളമൊക്കെ ഇങ്ങനെ ജീവിതത്തിന് വേറെ വഴിയില്ലാതെ എടുത്തിട്ടുണ്ട്. അതല്ലാതെ ശമ്പളം പോലും വാങ്ങാതെ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി ചെയ്യുന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ മർക്കസ് ഉയർന്നത്, പ്രസ്ഥാനം ഉയർന്നത്. ഇതൊന്നും കൽബിൽ വേറൊരു ഖലൽ വന്നെങ്കിൽ ഇതൊന്നും നേരെ വരൂല. ഇതിലൊക്കെ പൊട്ടി ചീറ്റിയിട്ടാകെ നാശകോശമായി ഇതൊക്കെ തകർന്നു വീഴും. ഇഖ്ലാസിന്റെ കടുപ്പമുള്ള മഹാന്മാരായതുകൊണ്ടാണ്. അവരിറങ്ങി വന്ന ലക്ഷ്യമൊന്നാണ്, അവര് പുനഃസംഘടിപ്പിച്ച ലക്ഷ്യമൊന്നാണ്. നേതാവാകാൻ വേണ്ടിയല്ല. ആ നേതാവ് അതിലുണ്ടാവുമ്പോ നേതാവ് തന്നെയാണ്. ആ ഉസ്താദിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ആള് തക്ബീറിലെ കഥയാണ് 60ാം വാർഷിക സോവനീർ ഞാൻ പറഞ്ഞത്. ആൾ അവിടെയുണ്ട്, എവിടെയുണ്ട്. ഇറങ്ങി വന്ന വകയിൽ ഭൗതികത നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഖാലിസ്ഥാനം നഷ്ടപ്പെട്ടു പോയി. മഹാനായ താജുൽ ഉലമാ അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. മുഫ്നിൽ അൻഫാസിഹി ഫിൽ ഇൽമി വദ്ദിക്രി ഫീ ഇർഷാദി ഖൽഖിൻ ഇലാ നൂറിൽ ഹിദായാത്തി. മുൻഗാമികളായ പണ്ഡിതന്മാര് ജീവിതത്തെ അന്വർത്ഥമാക്കുന്ന നിലക്ക് സാധുക്കളായ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് കാലത്തൊരല്പസമയമെങ്കിലും ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞത്, അവിടുത്തെ ദുആയിലൊന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞത്. ചെറിയ കാലം മുതൽ നമ്മളെ മക്കളൊക്കെ ഹിഫ്ലിന് പഠിപ്പിക്കുകയാണ്. ഹിഫ്ലിന് വേണ്ടിയിട്ട് തന്നെ പഠിപ്പിക്കുകയാണ്. സ്കൂൾ ഒഴിവാക്കിയിട്ട് തഫ്സീർ ഓതുമ്പം ഓരോ ദിവസത്തെ പാഠങ്ങൾ അങ്ങനെ തന്നെ കാണാതെ പഠിച്ചിട്ട് ഹാഫിളായി. അതൊക്കെ ബുദ്ധിയില്ല നിങ്ങൾ മനസ്സിലാക്കുന്നത്. എന്തൊരു കടുപ്പുള്ള ബുദ്ധിയാണ്. നമുക്ക് അൽഫിയ പഠിക്കാൻ വേണ്ടി പഠിച്ചിട്ട് കഴിയുന്നില്ല, എന്നിട്ടല്ലേ ബാക്കി. നമുക്ക് അൽഫിയന്റെ 10 വൈത്തെത്തുമ്പോഴത്തേക്ക് ഇപ്പുറത്തെ ആദ്യത്തെ മറന്ന്. ഇതാണ് നമ്മളെ അവസ്ഥ. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹിഫ്ലാക്കിയിട്ട് എത്രയാണ് ദർസ് നടത്തിയത്, എത്രയാണ് ഖുർആൻ ഓതുന്നത്. ഒരു റമദാനിൽ 15 ഖത്തത്തേക്കാൾ ചുരുങ്ങിയിട്ടില്ല എന്നാ പറഞ്ഞു. റമദാനിൽ ഒരു 15 ഖത്തമുകൾ ചുരുങ്ങിയിട്ടില്ല. ഷാഫി ഇമാം 60 എന്നാ പറഞ്ഞു. അതൊരു കറാമത്തിന്റെ ഒത്താണ്. താജുൽ ഉലമന്റെതോ കറാമത്തില്ലാത്ത ഒത്താ. നമ്മളൊന്ന് ഓതി നോക്ക്. മുസ്ഹഫ് എടുത്തിട്ട് ഓതാൻ കഴിയൂല, അത്രയും ഓതാൻ കഴിയൂല. ഒരു ചെറിയ മുസ്ഹഫ് ഉണ്ട്, ആ മുസ്ഹഫ് എപ്പോഴും എടുത്തിട്ട് ഇങ്ങനെ ഓതും. എന്തിനായി നോക്കുന്നത്? നമ്മൾ തന്നെ കണ്ണുകൊണ്ട് കാണൂല, ശരിയുള്ള കണ്ണോട് തന്നെ കാണൂല. തങ്ങളുപ്പാപ്പക്ക് അതിങ്ങനെ നോക്കിയാൽ മതി. അത് നോക്കിയ കൂലിയിട്ടാനാ. ഓതാൻ നേരത്തെ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ട്, അത് നോക്കി ഓതാം. ഖുർആൻ കയ്യിൽ പിടിച്ച കൂലിക്ക്, നോക്കിയ കൂലിക്ക് വേണ്ടി കൈ പിടിക്കാൻ നോക്കാണ് ഞാൻ പറഞ്ഞത്. സമയം മുഴുവനും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി മാറ്റിവെച്ച്, സുന്നത്തി ജമാഅത്തിന് വേണ്ടി മാറ്റിവെച്ച താജുൽ ഉലമാ, ആ താജുൽ ഉലമാ ഖദ്ദസുല്ലാഹു സുർറഹുൽ ലദീ തങ്ങള് തൃക്കരിപ്പൂർ ഏരിയയിലെ 100കണക്കായ മഹല്ലുകളുടെ ഖാളിയായിരുന്നു. നിങ്ങൾ പഠിക്കണം. താജുൽ ഉലമാ ധാരാളം. ഞങ്ങളെ നാടാണ് തൃക്കരിപ്പൂരിന്റെ അടുത്ത് എം എ ഉസ്താദിന്റെ നാട്, പരിസരങ്ങള്. ആ നാട്ടിലെ എത്രയോ മഹല്ലുകളുടെ ഖാളിയാണ് മഹാനായ താജുൽ ഉലമാ. ആ താജുൽ ഉലമാ സമസ്തയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ ഖാളി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയ വലിയ അത്ഭുതവും നടന്നു. പുറത്താക്കിയാൽ പുറത്താകും ഉസ്താദെ? ഖാളിനെ പുറത്താക്കിയാൽ പുറത്താവൂല. പക്ഷേ ഈ രാഷ്ട്രീയം തലയിൽ കയറിയപ്പോ, ബിദ്അത്ത് തലയിൽ കയറിയപ്പോ മസ്അല മറന്നതല്ല, അത് മൂടി വെച്ചു. എന്നിട്ട് മറ്റു ആളുകളെ ഖാളിയായി ബൈഅത്ത് ചെയ്തു. താജുൽ ഉലമനെ പുറത്താക്കി. അങ്ങനെ പുറത്താക്കിയ ഖാളി പുറത്താവൂല. ഖാളി രാജിവെച്ച് പോണം. ഖാദിനെ പുറത്താക്കില്ല. നമ്മളെ കമ്മിറ്റി പ്രസിഡന്റിനും ഖത്തീബിനെല്ലാം പുറത്താക്കാം. ഖത്തീബിനൊക്കെ അള്ളാഹു തആല നിലനിർത്തി ഇല്ലാത്ത സമയം, പണിയില്ലാത്ത സമയം. എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. കമ്മിറ്റിക്കാർക്കും ഖത്തീബിനെ പുറത്താക്കാന്നുണ്ടെങ്കിൽ പോയി പുറത്താക്കണ്ട. അള്ളാഹു എല്ലാവർക്കും ജോലിയൊക്കെ സ്ഥിരപ്പെടുത്തി കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞത് അവിടെ പണ്ഡിതന്മാര് ധാരാളം പണ്ഡിതന്മാരില്ലേ കൂട്ടത്തിൽ. ഒരാളും പറഞ്ഞില്ല അത് പറ്റൂല. ഞാൻ പറഞ്ഞത് ഈ ഇറങ്ങി വന്നത് കൊണ്ട് സ്ഥാനം കിട്ടാനാണ്, ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഇറങ്ങി വന്നത് എന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കാൻ പറ്റൂല. കാരണം ഖാലിസ്ഥാനം പോവുക ചെയ്തത് അതൊന്നും അവര് കണക്കിലെടുത്തില്ല. ഞാൻ ഒറ്റക്കാണെങ്കിലും ആരുമില്ലെങ്കിലും, എന്റെ കൂടെ ഒരാളും ഇല്ലെങ്കിലും, ഞാൻ ഒറ്റക്കാണെങ്കിലും ഈ ദീനിന്റെ മുന്നിൽ ഞാൻ ഉണ്ടാകുമെന്ന് നല്ല ഗർജനം നടത്തിയ താജുൽ ഉലമാ
ആ മഹാനായ ഉസ്താദ് അവർകൾ മഹാനായ നൂറുൽ ഉലമയുടെ ദറജ അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ. ഒരു കട്ടിലക്ക് ഒരു മേശക്ക് 4 തൂണ ഉണ്ടാകുക അല്ലെ? ഒരു മേശക്ക് 4 തൂണ. ഇസ്ലാമിക ഖലീഫമാര് 4 ആളുകളാണ് അല്ലെ? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ്. 4 മദ്ഹബിന്റെ ഇമാമുമാരാണ്. സയ്യിദുനാ അബൂ ഹനീഫത്തുൽ കൂഫി, സയ്യിദുനാ മാലിക്കുൽ മദനി, സയ്യിദുനാ ഷാഫിഉൽ മിസ്രി, സയ്യിദുനാ അഹ്മദുൽ ബിൻ ഹംബൽ അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു വനഫഅനാ ബിഹിം ആമീൻ. 4 അഖ്താബുകളാണ് പ്രധാനമായും പറയുന്നത് അല്ലേ? ഗൗസുല്ലാഹ് തങ്ങൾ, ശൈഖ് റിഫായി തങ്ങൾ, അഹ്മദുൽ ബദവി തങ്ങൾ, ഇബ്രാഹിം ദസൂഖി തങ്ങൾ, അഖ്താബുകൾ 4. അപ്പൊ പ്രധാനപ്പെട്ട 4 പോയിന്റ്സുകൾ ഉണ്ട്. അള്ളാഹുവിന്റെ ദീനില് സുന്നത്തി ജമാഅത്തിന്റെ കോട്ടക്ക് വിള്ളല് പറ്റുമെന്ന് വന്നപ്പോ, സുന്നത്തി ജമാഅത്തിന് ക്ഷയം പറ്റുമെന്ന് കണ്ടപ്പോ അതിനെ പുനർനിർമ്മിക്കാൻ അള്ളാഹു തലയേൽപ്പിച്ച 4 ആളുകളെയാണ്. താജുൽ ഉലമയും നൂറുൽ ഉലമയും മഹാനായ സുൽത്താനുൽ ഉലമയും കൻസുൽ ഉലമയും. അള്ളാഹ് ഒന്നേ ബാക്കിയുള്ളൂ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. കൈ മെയ് മറന്നു, ഏറുകൊണ്ടതൊന്നും പറയാക്കിയില്ല. ഉസ്താദിനെ കൊണ്ട ഏറ് മുഴുവനും മർക്കസിലെ ചുമരുകളായിട്ടുണ്ട്. ഉസ്താദിനെ പറയില്ലേ, ഉസ്താദ് തന്നെ പറയാറുണ്ട്, ഏറ് വന്നതൊക്കെയും ചുമരായി. അക്കല്ലെടുത്ത് വെച്ചു എന്നല്ല, അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. വന്ന ഏറ് മുഴുവനും മർക്കസിന്റെ ബിൽഡിംഗ് ആയി മാറി. ഉസ്താദിനെ കൊണ്ട ഏറ് മുഴുവനും സഅദിയിലെ ബിൽഡിംഗ് ആയി മാറി. അൽ മക്കർ പടർന്നു പന്തലിച്ചു. എല്ലാറ്റിന്റെയും നേതാവായി മഹാനായ താജുൽ ഉലമയൊന്നു. ആ താജുൽ ഉലമയുടെ കൂടെ മഹാനായ നൂറുൽ ഉലമ. നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം മദ്രസകളുണ്ട്. ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡുണ്ട്, സമസ്തകല സുന്നി വിദ്യാഭ്യാസ ബോർഡുണ്ട്. ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ച രൂപീകരണ യോഗത്തിൽ അങ്ങനെ ഒരു മദ്രസാ സംവിധാനം വേണമെന്ന് പറഞ്ഞ് അൽ ബയാൻ എന്ന അറബി മലയാള മാസികയിൽ ലേഖനമെഴുതിയ ആദ്യത്തെ പണ്ഡിതനാണ് മഹാനായ നൂറുൽ ഉലമ. ആ ചെറിയ മനുഷ്യന്റെ വലിയ തലച്ചോറിൽ നിന്നാണ്, ചിന്തയിൽ നിന്നാണ് വ്യവസ്ഥാപിതമായ വിദ്യാഭ്യാസ ബോർഡ് വേണമെന്ന ചിന്ത തന്നെ ഉദിച്ചത്. അതിന്റെ ചർച്ചയുടെ ബാക്കി പത്രമാണ് സമസ്ത ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ രൂപീകരണം. ആ രൂപീകരണ യോഗത്തിൽ പങ്കെടുത്ത് ഏറ്റവും അവസാനം വഫാത്തായ 2 മഹാന്മാർ, ഒന്ന് തരുവണ അബ്ദുള്ള ഉസ്താദ് വയനാട്, ഒന്ന് മഹാനായ നൂറുൽ ഉലമ. ആ നൂറുൽ ഉലമയാണ് ഏറ്റവും അവസാനം വഫാത്തായത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മളെ മദ്രസകൾ രാവിലെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രസിഡന്റാണ് മഹാനവറുകൾ അവസാനം വഫാത്താകുമ്പോ ഏതായാലും രാവിലെ തന്നെ മക്കൾ ഫാത്തിഹ ഓതിയാൽ, സ്വലാത്തു ചൊല്ലിയാൽ, നമ്മൾ ആരും ഹദിയ കൊടുത്തിട്ടില്ലെങ്കിലും മിസ്ല സവാബ് എത്തിക്കണമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അവര് ചെയ്ത പ്രവർത്തനത്തിന്റെ ബാക്കിയായി ഏത് സമസ്തന്റെ മദ്രസയിൽ നിന്ന് ഫാത്തിഹ ഓതിയാലും ആ ഫാത്തിഹയുടെ സവാബ് മഹാനായ നൂറുൽ ഉലമ ഉറങ്ങുന്ന സഅദാബാദിലെ പരിശുദ്ധമായ ഹളറത്തിലേക്ക് എത്തുന്നതിനെ തടയാൻ ഒരു ശക്തിയുമില്ല. അതിന്റെ സവാബ് മുഴുവനും മഹാനവറുകളുടെ ഹളറത്തിലെത്തും. കാരണം അവരുടെ തലയിൽ നിന്ന് വന്ന ഒരു അഡ്രസ്സാണ്, ഒരു ചിന്തയാണ് വിദ്യാഭ്യാസ വിപ്ലവത്തിന് നന്ദി കുറിച്ചത്. ആ മഹാനായ പണ്ഡിതന്മാരൊക്കെ എത്രയാണ് പ്രയാസപ്പെടുത്തിയത്, എത്രയാണ് കൂക്കി വിളിച്ചത്, എത്രയാണ് അവരൊക്കെ കഷ്ടപ്പെട്ടത്. നിങ്ങൾ നോക്കൂ, ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. മഹാനായ സുൽത്താനുൽ ഉലമ ഹഫളഹുല്ലാഹു വറഅ 82-83 വയസ്സാകുന്ന മഹാനായ സുൽത്താനുൽ ഉലമക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഉസ്താദ് അവറുകള് പരിപാടിക്ക് വരേണ്ടതായിരുന്നു അല്ലേ? അല്ലാഹു തആല അടുത്ത ആഴ്ച വരുന്നുണ്ട്. അല്ലാഹു തആല നല്ല തൗഫീഖ് തരട്ടെ, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഉസ്താദ് അവറുകളുടെ പ്രവർത്തനത്തെ നിങ്ങൾ നോക്ക്. ഉസ്താദ് അവറുകള് ദുബൈയിൽ 4-5 വർഷം മുമ്പ് ഞാൻ അവിടെ മർക്കസ് പോയപ്പോൾ അവിടെ ഒരു സക്കാഫി ഉണ്ട്. ആ സക്കാഫി പറഞ്ഞു, ഉസ്താദ് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു, ഉസ്താദ് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ നിസ്കരിച്ചിട്ട് ഉസ്താദ് അവർക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല, എഴുന്നേക്കാൻ കഴിയുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല. ഇരുന്നിട്ട് നിസ്കരിക്കേണ്ട പറയാം, നമ്മളെ കണ്ട പണ്ടേ ഇരുന്നിട്ട് നിസ്കരിക്കും. ഉസ്താദ് അവർ നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനെ ചുമരൊക്കെ പിടിച്ചിട്ടാണ് നിസ്കാരം ബാത്തിലാകാറുള്ള. ഉസ്താദ് എഴുന്നേറ്റ് നല്ല പനിയുണ്ട്, വളരെ ക്ഷീണമുണ്ട്. തിരിഞ്ഞിരുന്നിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ ഉസ്താദ് സദസ്സിനോട് പറഞ്ഞു, നമുക്ക് വലിയ വലിയ ജില്ലകളിൽ പള്ളിയില്ല, തൃശ്ശൂര്, കൊല്ലം പോലുള്ള വലിയ വലിയ സിറ്റികളിൽ പള്ളിയില്ല, പള്ളി നിർമ്മിക്കണോ? നോക്ക്, അരീക്കാടുന്ന് തുടങ്ങിയതാണിത്, നിന്നിട്ടില്ല. ഉസ്താദിന് ക്ഷീണുണ്ടായിട്ടും പള്ളി, കർണാടകയിൽ തന്നെ നിങ്ങൾക്ക് എത്രയോ പള്ളികളുണ്ടാവും. ഇനി ഞാൻ ഒന്ന് പറയാ, നമ്മളൊരാൾ പള്ളി കെട്ടിയാൽ തന്നെ നാട്ടുകാർ എന്താ പറയാ? AP കാറ പള്ളി എന്നാ പറയാ അല്ലേ? ആ ഉസ്താദിന്റെ തന്നെ ഈ മൂവായത്തിൽ പെടാത്ത
നമ്മളൊരു പള്ളി കെട്ടിയാൽ അതും അങ്ങനെ തന്നെ ഉസ്താദ് പറയല്, എല്ലാം അങ്ങനെ പറയാം, ഏപ്പിക്കാരെന്നാ പറയാ. അത് ഉസ്താദിന് അള്ളാഹു കൊടുത്തൊരു ദർജയാണ്. അപ്പൊ നമ്മൾ പള്ളി കെട്ടിയാലും സ്ഥാപനം കെട്ടിയാലും ഇപ്പൊ കുംബ്ര ഈ മർക്കസ് അടക്കം എല്ലാം അള്ളാഹു വളർത്തി തരട്ടെ, എല്ലാ സന്തോഷത്തിലാക്കി തരട്ടെ. ഇതൊക്കെ ഉസ്താദിന് കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും എവിടെ ഉസ്താദ് പോയാലും ബംഗാളിൽ, വെസ്റ്റ് ബംഗാളിൽ എത്ര സ്ഥാപനങ്ങളുണ്ട്, കശ്മീരിൽ എത്ര സ്ഥാപനങ്ങളുണ്ട്. ഉസ്താദ് കാല് വെക്കാത്തൊരു സ്റ്റേറ്റും ഇല്ല, ഉസ്താദ് പോകാത്തൊരു ഇടവുമില്ല. പോയാലോ ഉസ്താദ് ഒരു സ്ഥലത്ത് എത്തിയാൽ ഉസ്താദ് തന്നെ സുൽത്താൻ. ഉസ്താദ് ഒരു സ്ഥലത്തിലേക്ക് പോയാൽ അത് ആരുണ്ടായാലും, മന്ത്രി ഉണ്ടായാലും ശരി, മുഖ്യമന്ത്രി ഉണ്ടായാലും ശരി, ഇനി പ്രധാനമന്ത്രി തന്നെ വന്നാലും ആ മുഖം കണ്ടാൽ. എൻ്റെ സമസ്തയുടെ ജനറൽ ബോഡി മുനിയാന്ന് ഇവിടെ നടന്നു. അപ്പം ഞാനെൻ്റെ ഒരു എളിയ ഖാദിം എന്ന നിലക്ക് ഞാനത് പറയാൻ അർഹതയില്ല, എന്നാലും പറഞ്ഞു പോയതാണ്. യോഗത്തിൽ പങ്കെടുത്ത് ഞാനിങ്ങനെ വരുമ്പോൾ മഹാനായ ശൈഖുന കാടാച്ചിർ ഉസ്താദ് എൻ്റെ വണ്ടിയിലുണ്ട്. അപ്പോൾ ഉസ്താദ് അവർകൾ വരുമ്പോൾ AP ഉസ്താദ് കാർന്നിങ്ങനെ പറയാണ്, AP ഉസ്താദിനൊക്കെ നല്ല ക്ഷീണമുണ്ട്. ഉസ്താദ് പിന്നെ ക്ഷീണം ആരോടും കാണിക്കലില്ലല്ലോ, പക്ഷെ എന്നാലും വന്നിരുന്നാൽ എന്താണ് ഒരു റാഹത്ത്. കണ്ടങ്ങൾ ഇരുന്നാലും ഒരു റാഹത്താണല്ലേ. അള്ളാഹു ഒരുപാട് കാലം ആ തണല് നീട്ടിത്തരട്ടെ, ഒരുപാട് കാലം അള്ളാഹു ആ തണല് നീട്ടിത്തരട്ടെ. ഉസ്താദ് ഒരു സ്ഥലത്ത് വന്നാല് ഇത് AP ഉസ്താദാണ്, നേതാവാണെന്ന് പറഞ്ഞു കൊടുക്കണ്ടില്ല. കാണുമ്പോൾ തന്നെ മനസ്സിലാവും നേതാവ്. നമ്മൾ ഈ ഉണങ്ങിയ കണക്കത്തെ നമ്മൾ വന്നാൽ ഈ ആള് വരുന്നുണ്ട്, അയാൾ ഭയങ്കര സംഭവം എന്നെല്ലാം പറയണ്ടേ. ഉസ്താദിനെ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് സംഭവമാണ്. അങ്ങനെ കോലം വരെ അള്ളാഹു തല അങ്ങനെ കൊടുത്തത്. ഒരു എടുപ്പ് അള്ളാഹു തല കൊടുത്തില്ലേ, പലയിടങ്ങളിലുമുണ്ട്. നിങ്ങൾ കർണാടകയിലൊക്കെ ചിലപ്പോൾ ഉസ്താദിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടോ ഞാൻ അറിയില്ല. കേരള യാത്രയൊക്കെ നടത്തിയപ്പോൾ എനിക്കൊക്കെ ഒരുപാട് ദുരനുഭവം ഉണ്ട്. ഈ ഫോട്ടോ ഫ്ലെക്സിൽ ഫോട്ടോ വെക്കുന്ന പരിപാടി തുടങ്ങിയല്ലോ. മൈലാമാർ മുഴുവനും തട്ടയിട്ടിട്ട് ഫോട്ടോ ഫ്ലെക്സിൽ തൂങ്ങാൻ തുടങ്ങി. വയലിന് പോകുന്ന മൈലാമാർ. അങ്ങനെ ഒരു കാസർഗോഡ് ചെർക്കളം എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്നെ വയലിന് വിളിച്ചു. അത്ഭുതമാണ് എന്നെ വയലിന് വിളിച്ചത്. അതിലും വിളിച്ചിട്ട് ഞാൻ ഡേറ്റും കൊടുത്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ ഫോട്ടോ അയച്ചു തരണം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഫോട്ടോ വെക്കില്ല, മാത്രമല്ല ഫോട്ടോയും തൂങ്ങിയാൽ അതിൻ്റെ മുകളിൽ കാക്കയെല്ലാം തൂറും. അപ്പോൾ അതുകൊണ്ട് ഇതിനെ വെറുതെ തലയിക്കെട്ടിൻ്റെ മുകളിൽ കാക്കനെ കൊണ്ട് തൂറിക്കുന്നത്, അതുകൊണ്ട് വേണ്ട, ഫോട്ടോ കൊടുക്കണ്ട. അപ്പോൾ ഇയാൾ പറഞ്ഞു, കുറെ ആളുകളെ പേര് പറഞ്ഞിട്ട് അവരൊക്കെ ഉണ്ട്, അവരൊക്കെ ഫോട്ടോ തന്നിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ ഇയാളോട് പറഞ്ഞു, ശ്രീ രവിശങ്കറും മാധാമൃതാനന്ദമയ്യാണ് ആദ്യം കേരളീയ ഫോട്ടോ കൊണ്ടുവന്നത്, അതുകൊണ്ട് അവരെ സുന്നത്താണ്, ഏതായാലും എൻ്റെ ഫോട്ടോ കൊടുക്കണ്ടെന്നു. പേര് നിങ്ങൾ എങ്ങനെയെങ്കിലും കൊടുത്തോ, ഫോട്ടോ കൊടുക്കണ്ട. എന്നാ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ ആൾ വെച്ചു, പിന്നെ വിളിച്ചിട്ടില്ല. അതിന്റെ അടുത്തൊരു സ്ഥലത്ത് ഇതുപോലൊരു യോഗത്തിന് കുറെ ആളുകൾ താജുൽ ഉലമയും നൂറുൽ ഉലമയൊക്കെ ചീത്ത പറഞ്ഞു പോയപ്പോൾ സാധുവായി എന്നെ വേദന വിളിച്ചു. അപ്പൊ ഞാൻ അന്ന് അവരോട് പറഞ്ഞു, ഈ മഹലിന്റെ അടുത്താണ് ആ മഹൽ, നിങ്ങൾ പോകണം, പോയി ചോദിച്ചോ. മെനാങ്കോട് എന്ന് പറഞ്ഞ ചെർക്കളത്തിന്റെ അടുത്തൊരു സ്ഥലമുണ്ട്. അവിടെ 4-5 വർഷം മുമ്പ് ഇതേപോലെ ഒരു പരിപാടിക്ക് ഞാൻ പോയി. കുറെ ആളുകൾ മലയാന്മാർ വന്നിട്ട് ഉസ്താനൊക്കെ നല്ലോണം ചീത്ത പറഞ്ഞിട്ട് അങ്ങ് പോയി. ആ കേരള യാത്ര നടന്ന സമയം ഏകദേശം 2ാം കേരള യാത്ര നടന്ന ആ സമയത്താണ്. അപ്പൊ ഞാൻ അന്ന് അവരോട് ചോദിച്ചു, ഒറ്റ ഒരു ഫോട്ടോ AP ഉസ്താദ് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ കൊടുത്താൽ കേരളത്തിലുള്ള ഒറ്റ ആലിമീങ്ങളെ ഫോട്ടോ പിന്നെ കൊടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾ തോന്നുന്നുണ്ടോ? ഉസ്താദിന്റെ കിടിലൻ ഒരു ഫോട്ടോ വെച്ചാൽ അത്ര സൂപ്പർ സ്റ്റാർ ആയ ഒരൊറ്റ ഫോട്ടോ വേറെ ഉണ്ടാവില്ല. അത് അള്ളാഹു അങ്ങനെ കൊടുക്കണം. അത് ഞാനൊരു വിഷയമായിട്ട് പറയില്ല. അപ്പൊ കണ്ടാത്തനൊരു നേതൃത്വമാണ്. ആ നിലക്ക് അല്ലാഹു തആല റിഫഅത്ത് ദുനിയാവിൽ കൊടുത്തു. നിങ്ങൾ നോക്ക്, വിമർശിക്കുന്ന ആളുകൾ, ആക്രമിച്ചിട്ട് ഒതുക്കാൻ കഴിയാത്തവർ വിമർശിക്കാൻ തുടങ്ങി. സംസാരം നിർത്തുന്നു ഞാൻ, വിമർശിക്കാൻ തുടങ്ങി. വിമർശിച്ച് സുബ്ഹാന ജല്ല ജലാലു. നിങ്ങള് 5 സെന്റ് സ്ഥലം നോളേജ് സിറ്റിക്ക് ഇല്ല എന്ന് പ്രസംഗിച്ച മൊയിലാരുണ്ട്. അവരൊന്ന് അഡ്രസ് ഇല്ലേ? ഇപ്പൊ 5 സെന്റ് സ്ഥലം നോളേജ് സിറ്റിക്ക് ഇല്ല എന്ന് പ്രസംഗിച്ച ആളുകളുണ്ട്. ലോകത്തെ ഏറ്റവും വലിയൊരു തട്ടിപ്പാണ് നോളേജ് സിറ്റി എന്ന് പ്രസംഗിച്ച ആളുകളുണ്ട്. ഇന്നിപ്പോ നോളേജ് സിറ്റിന്റെ വീഡിയോ ഇങ്ങനെ വരുമ്പോ എന്തായിരിക്കും അവരെ പുരയിലെ അവസ്ഥ എന്നാ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്. അവരെ മക്കള് കാണൂല ഇത്, ഇവര് പ്രസംഗിച്ച് അവരെ മക്കള്, ഭാര്യമാര്. അപ്പൊ ഈ ഓള് ചോദിക്കൂല ഇയാളോട്, എന്ത് കാക്ക നിങ്ങളിങ്ങനെ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞൂടെ ഒരു മാറ്റർ. ഇപ്പൊ എന്നോട് എൻ്റെ ഭാര്യ എന്തെങ്കിലും ഒരു ക്ലിപ്പല്ല ഇങ്ങനെ പല ഫേസ്ബുക്കിലൊക്കെ കാണുമ്പോൾ ഭാര്യ എന്നോട് ചോദിക്കും, എന്തിനാ അങ്ങനെ പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും കുടുംബജീവിതമൊക്കെ പറയുമെങ്കിലും ചിലപ്പോൾ തമാശയൊക്കെ ചോദിക്കും. അപ്പൊ അതുപോലെ ഇവരെ കുടുംബക്കാർ ഇവരോട് ചോദിക്കൂലേ, അത്യാവശ്യം ബോധം ഉണ്ടെങ്കിൽ പിന്നെ ഇവരെന്നെ മക്കളാന്ന് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതേപോലാണെങ്കിൽ സാധാരണഗതിയിൽ ഒരാൾ ചോദിക്കൂല, എല്ലാ കാക്ക നിങ്ങൾ എന്ത് പറച്ചിലാ പറഞ്ഞു, 5 സെന്റ് സ്ഥലമില്ലാന്ന്, 125 ഏക്കർ സ്ഥലം വിശാലമായി വാങ്ങിയിട്ട് ഇവർ പറഞ്ഞു 5 സെന്റ് സ്ഥലമില്ല. പള്ളി അങ്ങോട്ട് കെട്ടാൻ തുടങ്ങിയപ്പോൾ പറയുന്നത് അത് ഭയങ്കര തട്ടിപ്പാന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. തട്ടിപ്പ് എന്താണെന്നെങ്കിലും അത് നടത്തുന്നവർക്ക് തിരിയണ്ടേ? അതുമില്ല. ഒരു സംഗതി ചെയ്യുന്നവർക്ക് എന്താണ് ആ സംഗതി എന്ന് മനസ്സിലാക്കണ്ടേ? ഒരു വിഷയത്തിൽ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ഇന്നതാണ് തട്ടിപ്പ് എന്നെങ്കിലും മനസ്സിലാക്കണ്ടേ? അതും കൂടെ മനസ്സിലാകാത്ത പ്രവർത്തനം നടത്തുമ്പോൾ ഞാനിത് പറഞ്ഞത് മഹാനായ സുൽത്താനുൽ ഉലമ ഹഫിളഹുല്ലാഹു വറഅ ഉസ്താദ് അവറുകള് ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ഭൗതികമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ഉസ്താദ് ഭയങ്കര സംഭവം എന്ന് പറയാനില്ല. ഇതിന്റെ ഇടയിൽ, ഈ നൂലാമാലകൾക്കിടയിൽ ഉസ്താദ് അവറുകൾക്ക് നിങ്ങൾ പോയി നോക്കൂ. നിങ്ങൾക്ക് ദലായിലുൽ ഖൈറാത്തിന്റെ ഇജാസത്ത് വേണോ? ഏറ്റവും നല്ല ശൈഖാണ് സുൽത്താനുൽ ഉലമ.
നിങ്ങൾക്ക് ദിർദുൽ ലത്തീഫിന്റെ ഇജാദത്ത് വേണോ? ഏറ്റവും നല്ല ശൈഖാണ് മഹാനായ സുൽത്താനുൽ ഉലമ. നിങ്ങൾക്ക് ഖസീദത്തുൽ വിത്രിയന്റെ ഇജാദത്ത് വേണോ? നിങ്ങൾക്ക് ഏറ്റവും നല്ല ശൈഖാണ് മഹാനായ സുൽത്താനുൽ ഉലമ. നിങ്ങൾക്ക് ബുറുദയുടെ ഇജാദത്ത് വേണോ? ഏറ്റവും നല്ല ശൈഖാണ് മഹാനായ സുൽത്താനുൽ ഉലമ. ഇതിങ്ങനെ വന്നോ ഞാൻ തരാന്നിട്ടാണ് ഇങ്ങനെ കുറ്റടിച്ചിരിക്കുന്നതല്ല, പിന്നെയോ ഞാൻ ശൈഖാന്ന് പറഞ്ഞിട്ടല്ല, ഇത് ജീവിതത്തിൽ പതിവാക്കാണ്. കേരള യാത്ര നടത്തുന്ന സമയത്ത് സുലൈമാൻ തക്കാഫി മാളിയേക്കൽ എഴുതിയ ഒരു ലേഖനം ഉണ്ടായിരുന്നു സുന്നി വോയിസില്. എന്താ പറഞ്ഞറിയോ? എത്രയോ തവണ ഈ ദലായിൽ ഖൈറാത്തും മറ്റ് കിതാബുകളും ഉസ്താദ് അവർകൾ ചെല്ലാണ് ഈ വണ്ടീനെ. ഉസ്താദിന്റെ വണ്ടി നോക്കാൻ കുറെ ആൾ പോയിന് അന്ന്, GMC ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ആ വണ്ടിന്റെ ഉള്ളിൽ നിന്ന് ഉസ്താദ് ഇങ്ങനെ ദിക്റിലാണ്. അപ്പൊ മൂപ്പര് പറയാണ്, എത്ര തവണ ഇത് ചൊല്ലീൻ. ആളുകൾ പുറത്തുനിന്ന് കൈ ഒന്ന് കാണാൻ വേണ്ടി, കൈ ഒന്ന് പൊന്തിച്ച് കാണിക്കാൻ വേണ്ടി നിൽക്കാണ്. ഉസ്താദ് അവർകൾ പിന്നെയും ദിക്റിലാണ്. മോനെ, നാം വരച്ച വരയ്ക്കപ്പുറമാണ്, നാം പിടിച്ച വള്ളിക്കപ്പുറമാണ് മഹാനായ സുൽത്താനുൽ ഉലമ. ആ സുൽത്താനുൽ ഉലമയുടെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കാനാണ് വടകര മുഹമ്മദ് ആജിത്തങ്ങൾ എന്ന സാത്വികനായ പണ്ഡിതൻ പറഞ്ഞത്. SSF-കാരൻ അർശിന്റെ തണലുണ്ടെന്ന് മഹാനായ ഖുതുബുൽ ആലം CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളോ, നിങ്ങൾ ഏപ്പിന്റെ ഉള്ള ആളെന്നങ്ങളെയും കൂടെ കൂടി കുഞ്ഞിത്തക്കോയ തങ്ങളുടെയും ഏപ്പിന്റെയും കൂടെ കൂടിക്കോ എന്ന് പറഞ്ഞത് അവർക്കൊന്നും ലോകം മനസ്സിലാകാത്തത് കൊണ്ടല്ല, ലോകത്തിന്റെ ഉള്ളിന്റെ ഉള്ളു മനസ്സിലായത് കൊണ്ടാണ്. അവരെല്ലാവരും അഗാധ ജ്ഞാനികളായത് കൊണ്ടാണ് ആ മഹാനായ പണ്ഡിതനെ അവർ ശക്തിപ്പെടുത്തിയത്. വഫാത്തോളം അവര് വന്നിട്ട് ആശീർവാദം കൊടുത്തത്. ആ സമയത്ത് മുഴുവനും മഹാനായ CM വലിയുല്ലാഹി തങ്ങൾ വഫാത്തായപ്പോ മയ്യത്ത് കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും തൽക്കീനോദാനും ഖബറിലേക്ക് ഇറക്കി വെക്കാനും എല്ലാറ്റിനും നേതൃത്വത്തിലുണ്ടായത് മഹാനായ സുൽത്താനുൽ ഉലമയാണ്. അല്ലാഹുവിടത്തേക്ക് റഹ്മത്ത് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നിർത്തുന്നു ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് സഹപ്രവർത്തകരോട്. നമുക്ക് യോഗത്തിന് പോകുമ്പോൾ പ്രയാസമുണ്ടോ? ആരെങ്കിലും ഒന്ന് ചീത്ത വിളിച്ചാൽ മനസ്സ് മടുപ്പിച്ചു പോകുന്നു. ആരെങ്കിലും എന്തെങ്കിലും വിമർശിക്കുമ്പോഴേക്കും മനസ്സ് തളർന്നു പോകുന്നു. നിരാശ എന്നത് എന്റെ നിഘണ്ടുവിൽ ഇല്ല എന്നാണ് സുൽത്താനുൽ ഉലമയുടെ വാക്ക്. നിരാശ വേണ്ട. ആശയോടെ, ആവേശത്തോടെ, സന്തോഷത്തോടെ, നല്ല നിയത്തോടെ, ഇഖ്ലാസോടെ പ്രവർത്തിക്കണം. ഖൈറുൽ മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ ആള് ജനങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടി പ്രവർത്തിക്കുന്നവരാണ്. അവരിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങളെ സഹിക്കുന്നവരാണ് ഏറ്റവും നല്ല മുഅ്മിൻ. ജനങ്ങളോട് ഒരുമിച്ച് കൂടാതെ, അവരിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങൾ സഹിക്കാതെ ഒറ്റക്ക് ദിക്റിലിട്ട് ഒറ്റക്ക് പോകുന്ന ആളുകളെക്കാൾ ഏറ്റവും ഖൈറായ ആള് കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്നവരാണ്. മഹത്തായ നമ്മുടെ SYS-ന്റെ ഈസ്റ്റ് ജില്ലയുടെ പ്രതിനിധികളായി എത്തിയ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിടയിൽ ഒരു ബന്ധം വെച്ചിട്ടുണ്ട്. ആ ബന്ധം സുൽത്താനുൽ ഉലമയുടെ അനുയായികളായി എന്ന ബന്ധമാണ്. സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ ലദീ തങ്ങളെ പറ്റി മഹാനായ ഖുതുബുദ്ദീൻ ബഖ്തിയാർ കാക്കി തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ 20 കൊല്ലം മഹാനവർകൾക്ക് ഖിദ്മത്ത് ചെയ്തു. മഹാനവർകൾ ദേഷ്യം പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. സുൽത്താനുൽ ഉലമയുടെ അടുക്കൽ പോയാൽ ദേഷ്യം പിടിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എപ്പോഴും പുഞ്ചിരിച്ചിട്ട്, രോഗമാണെങ്കിലും പുഞ്ചിരിച്ചിട്ട്, അനുയായികളുടെ മനസ്സ് വേദനിക്കാതിരിക്കാൻ, നമ്മുടെ മനസ്സ് നോവാതിരിക്കാൻ തന്റെ നോവ് അടക്ക പിടിച്ചുകൊണ്ട് പുഞ്ചിരിക്കുന്ന മഹാനായ നേതാവ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ആ പ്രിയപ്പെട്ട സംഘടനയിൽ പാറ പോലെ ഉറച്ചു നിന്ന് ഏത് പ്രതിസന്ധി വന്നാലും ആരും നമ്മെ തലതിരിക്കാൻ ശ്രമിച്ചാലും ആ ഒരു നല്ല ലക്ഷ്യത്തിൽ ഒരേ ഒരു പാർട്ടി എന്ന നിലക്ക്, സ്വർഗത്തിലേക്ക് പോകേണ്ട പാർട്ടി എന്ന നിലക്ക്, മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു 100 ഷഹീദ്. 100 ഷഹീദിന്റെ കൂലി കിട്ടുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓഫർ തന്ന സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കാൻ ഈ സംഗമം അല്ലാഹു നമുക്കൊരു സബബാക്കി തരട്ടെ. നമുക്ക് ധാരാളം സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ജില്ലന്റെ ഒരു പരിപാടിയാണ്. ജില്ലാസ്ഥാനം ഉണ്ടോ ഉസ്താദേ? അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. നല്ലൊരു ജില്ലാസ്ഥാനമൊക്കെ വേണം. ഈ കർണാടക എന്ന് പറയുന്നത് നമ്മളും
അസൂയയോടെ നോക്കുകയാണെന്ന്, അസൂയ എന്നാണ് മറ്റേ അസൂയല്ല കേട്ടോ, അസൂയയോടെ നോക്കുന്നൊരു പ്രതി. എല്ലാവരും നല്ല ഖാദിമീങ്ങൾ, നല്ല പ്രവർത്തകന്മാരാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ധാരാളം സമ്പന്നരായ ഉമറാക്കളുണ്ട്. എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളെല്ലാവരും മനസ്സ് വെച്ചാൽ നമുക്കൊരു നല്ല കേന്ദ്രവും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സന്തോഷം നൽകട്ടെ. നമ്മുടെ ഉസ്താദുമാർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഈ കൂട്ടായ്മ നമുക്ക് ഹക്കിന്റെ കൂട്ടായ്മയാണ്. സ്വർഗത്തിലും ഒരുമിച്ച് കൂടാൻ മഹാന്മാരുടെ കൂടെ അള്ളാഹു അവസരം നൽകട്ടെ.